ഒരമ്പലത്തിൻ്റെ ചുറ്റുപാടും വേണ്ട ബേസിക് സാധനങ്ങളല്ല ശബരിമലയിലോ അല്ലെങ്കിൽ വേറൊരു അമ്പലത്തിലോ ഉള്ളതാണോ? ബിസിനസ് അല്ലേ? അയ്യപ്പൻ ശബരിമലയിൽ പോയിട്ട് തപസ്സിരുന്നത് അയാളെ മനസ്സമാനത്തിന് വേണ്ടിയിട്ടാണ്. ഭക്തർ വന്ന് കണ്ടുപോയിക്കോട്ടെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എന്ന് പറഞ്ഞത് അവരുടെ മനസ്സമാനത്തിന് വേണ്ടിയിട്ടാണ്. ഇന്ന് ശബരിമല പോണ ഏതെങ്കിലും ഒരുത്തിന് മനസ്സമാനം കിട്ടുന്നുണ്ടോ? അയ്യപ്പന് കിട്ടുന്നുണ്ടോ? അത്രത്തോളം പറയേണ്ട ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമൊന്നുമല്ല. പക്ഷേ എനിക്കിതിവിടെ പറഞ്ഞിട്ട് കുറച്ചുകൂടി കത്തിക്കാൻ തോന്നിയിട്ട് ചെയ്തൊരു വിഷയം എന്തായിരുന്നു? അതുണ്ട്. അതൊന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് രണ്ടല്ല, അതിൽ കൂടുതൽ ചെയ്തിട്ടുണ്ടാവും. അതൊന്ന് കത്തിയാ കൊള്ളാം. ബേസിക്കലി കമ്മ്യൂണിസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. രാഷ്ട്രീയം ഞാൻ കത്തിക്കാൻ വേണ്ടി ചെയ്യലുണ്ട്. ഇതൊന്ന് കത്തി കിട്ടണം. എല്ലാത്തിനോടും എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ദൈവത്തിനോടും മതത്തിനോടും ഉണ്ട്. ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എതിർക്കാൻ തോന്നും. അങ്ങനെ ഉണ്ട്. പക്ഷെ ഒരിക്കലും എനിക്കെന്ത് പുറത്ത് വന്നിട്ട് ഞാനൊരു കമ്മ്യൂണിസ്റ്റാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ AKG സെൻ്ററിന് മെമ്പർഷിപ്പ് എടുക്കണം. പിന്നെ സംഘി ഞാൻ എപ്പോഴും പറയാറുണ്ട്, മങ്കി നിങ്ങളെന്നെ ആക്കിക്കോ, എന്നാലും കുഴപ്പമില്ല, ഞാൻ സംഖ്യയാവും. ആ രാഷ്ട്രീയത്തിനോട് എനിക്ക് ഒട്ടും യോജിക്കാനേ പറ്റുന്നില്ല. എനിക്ക് അവൻ പോയിന്ന് കേട്ടോട് കൂടിയിട്ടുണ്ടല്ലോ, എൻ്റെ കിളി മാറി. ഞാൻ അങ്ങനെ മൈക്ക് ഇങ്ങനെ ചുരുട്ടി എറിയാൻ പോകുമ്പോണ്ട് ജിൻ്റെ അവിടെ ഇരുന്നിട്ട് എന്താ സായി ആകെ ഇത് എവിടുന്ന് വന്നടാ മരം. മൈക്ക് താഴെ എറിഞ്ഞ് നേരെ ബാത്റൂമിൽ കയറി. ഈ ബിഗ് ബോസ് പോണതിന് മുന്നേ എനിക്ക് അച്ഛനോട് ഈ വാശി ഉണ്ടായിരുന്നു. ഭയങ്കരമായിരുന്നു എനിക്ക് എൻ്റെ അച്ഛനോട് ഈ വാശി. ഞാൻ കല്യാണത്തിന് മുമ്പ് ഞാൻ അച്ഛനോട് ഇതേപോലെ ചോദിച്ചതാ, അച്ഛൻ കല്യാണമാണ്. കാരണം എനിക്ക് ആ ടൈമിൽ ഞാൻ ഉണ്ടാക്കി തുടങ്ങണേ ഉള്ളൂ, നമുക്കൊരു സപ്പോർട്ട് വേണമല്ലോ. അപ്പോൾ ആ ടൈമിൽ എനിക്ക് അച്ഛനോടും സെയിമാ തോന്നിയേ. അച്ഛനുമായിട്ടും അച്ഛനും ഇത്ര പഠിച്ചിട്ടില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ BB പോയപ്പോഴാണ് അതൊന്ന് ക്ലിയർ ആയി മാറിയത്. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലടക്കം സ്നേഹയ്ക്ക് ഇഷ്ടം പോലെ ജീവിക്കാം. അവളെ മരണം വരെ ഒക്കെ എന്ത് ചെയ്യാം, സുഖമായിട്ടൊക്കെ ജീവിക്കാൻ പറ്റും. ഇനി ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ കുട്ടി ഉണ്ടാവുന്ന സമയത്ത് കുട്ടിക്ക് ജീവിക്കാം, ഒരു കുഴപ്പമില്ല. ശത്രുക്കളുടെ പരാജയങ്ങളിൽ ലഹരി കിട്ടുന്ന ആളാണോ? കിക്ക് കിട്ടും? കിട്ടും. അത് മനുഷ്യനല്ലേ. ഇനി എത്രയൊക്കെ ഹ്യൂമാനിറ്റി പറഞ്ഞാലും ഉള്ളിന് ഞാൻ പുറത്ത് കാണിച്ചില്ലെങ്കിലും മനസ്സിന് അതൊരു സുഖം ഉണ്ടാവും. ശത്രു അല്ലേ ഇത്, ഞാൻ ശത്രു എന്ന് പറയില്ല അവരെ, ശത്രുക്കളല്ല. പക്ഷെ ലൈഫിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇവർ നമ്മളോട് ചെയ്തൊരു കർമ്മ ഉണ്ടല്ലോ, അത് ഡയറക്റ്റ്ലി ഇന്നോടാവണമെന്നില്ല, ചിലപ്പോൾ എൻ്റെ ഫാമിലിയോടാവാം. നമ്മളോട് ചെയ്തൊരു കർമ്മ, ആ കർമ്മയ്ക്ക് അവർ അനുഭവിക്കുന്നത് കാണുമ്പോൾ സുഖമുണ്ട്. ഈ നമ്മൾ ഈ പ്രതികാരങ്ങളിൽ തന്നെ നമ്മൾ ചേർത്ത് വയ്ക്കുന്നൊരു കാര്യമുണ്ട്, മധുരപ്രതികാരം എന്നും പറയാറുണ്ട് അല്ലേ. ഇപ്പോൾ ചില വീഴ്ചകളിൽ ചെയ്യും ഈ കർമ്മ നമ്മൾ പറയും ബൂമറാങ്ങാണ് എന്നുള്ളത്. ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ തിരിച്ചടി കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വക്കീലിൻ്റെ കേസ് പറഞ്ഞ പോലെ തിരിച്ചടി കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കയ്യിലുണ്ട്. ഏത് റിവെഞ്ച് കുറച്ചും കൂടി ഇഷ്ടം? അതായത് അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നതാണോ, അല്ലെങ്കിൽ അവർക്ക് മോശം അവസ്ഥയിൽ വരുമ്പോൾ നമ്മൾ അവരെ സഹായിച്ചാലും ഒരു പ്രതികാരമാണ്? എനിക്കത് താല്പര്യം. ഞാൻ അങ്ങനെ കുറേ ചെയ്തിട്ട് ഞാൻ തിരിച്ചു ചോദിക്കില്ല. ഇല്ല, ഓക്കെ. ഞാൻ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും, ചെയ്തിട്ട് ഞാൻ മനസ്സിനകത്ത് ഞാൻ സന്തോഷിക്കും. പിന്നെ അയാൾ കാണുമ്പോഴും നമ്മളോട് ചിരിക്കും, നമ്മളോടൊരു ഇതായിരിക്കുമല്ലോ, അത് മതി. അല്ലാതെ പോയിട്ട് ഇങ്ങോട്ട് എന്നെ ശരിയാക്കി തരാം അതൊന്നുമില്ല. സഹായിക്കുകയാണെങ്കിൽ സഹായിക്കും, അവർക്ക് സഹായം കൊടുക്കുക, അതുകൊണ്ട് നമുക്കൊരു സന്തോഷം. ഇപ്പം എന്തായി, പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ, ഇപ്പം എങ്ങനെയുണ്ട് ആ സാധനം. എൻ്റെ ബ്രോ എൻ്റെ ഒപ്പം പഠിച്ച ആൾക്കാർ, എൻ്റെ ഒപ്പം സ്കൂളും കോളേജൊക്കെ ചെയ്ത ആൾക്കാർ, ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാർ ഇനി ഇരുത്തി ഉപദേശിച്ചിട്ടുണ്ട്. അതായത് ഒരു മനുഷ്യൻ്റെ ഫോർച്യൂൺ എപ്പോൾ ചേഞ്ച് ആവുന്നൊന്നും അവർ ചിന്തിക്കണില്ല. ഇന്നൊരു ദിവസം ഇരുത്തിയിട്ട് ഈ ഇങ്ങനെ പോവാണോ, ഈ എന്താ വിചാരിക്കുന്നത്, അണക്ക് ലൈഫിൽ ഈ എന്താവാനാ കണ്ടിട്ടുള്ള സ്നേഹ കുറേ കാലം അതിൽ വെയിറ്റിങ്, ഈ ക്രിക്കറ്റ് കളിച്ച് കിട്ടുന്ന പൈസ അല്ലെങ്കിൽ ഈ വണ്ടിക്കച്ചവടം സ്ഥലക്കച്ചവടം കിട്ടുന്ന പൈസ, ഇതിന് മുകളിൽ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? ആരാ പറയുന്നത്? 2 കൊല്ലം 1.5 കൊല്ലമായിട്ട് ഏതോ ഒരു MNC കമ്പനിയിൽ ജോലിക്ക് കയറി അവിടെ 25,000 അന്നൊരു മാസം കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന 1-2 ആൾക്കാരാണ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അന്നൊക്കെ കേട്ട് നമുക്കൊന്നും പറയാൻ പറ്റുന്ന സാഹചര്യമല്ലല്ലോ. കേട്ടിരുന്ന് കുറേ കേട്ടു. ഇപ്പം ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കും, മോനെ ഇപ്പം എത്രയുടെ സാലറി എത്ര കിട്ടുന്നുണ്ട്? അടിമപ്പണി തന്നെയല്ലേ. ജീവിതം തുടങ്ങിയപ്പോഴും ബാഗും തൂക്കി സ്കൂളിൽ പോണ്, ലൈഫ് പൈസ പോട്ടെ, ബാഗും തൂക്കി. ഞാൻ സ്നേഹനോട് പറയലുണ്ട്, നമ്മൾ ആഗ്രഹിക്കണം, ലൈഫിലൊരു എയിം വേണം. പൈസ ഉണ്ടാക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പൈസ തന്നെ ഉണ്ടാക്കണം. വൃത്തിയോടോ അല്ലെങ്കിൽ ഒരാളെ ചതിച്ചിട്ടോ അല്ല, നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യലുണ്ട്, അതിലുണ്ടാക്കണം. ഈയൊക്കെ എന്താ ചെയ്യണേ? ബാഗും തൂക്കി പണ്ട് LKG അമ്മ വിട്ട പോലെയാണ് ഇപ്പോഴും. കോവിഡ് വന്നുകൊണ്ട് ഇപ്പോൾ വീട്ടിലാന്നേ ഉള്ളൂ. അല്ലെങ്കിൽ എന്താ, രാവിലെ എണീക്കും, ടിഫിൻ ബോക്സ് ഇടും, ബാഗ് ഇടും, പോട്ട വണ്ടി ഓഫീസിൽ. ലൈഫ് ലോങ് അല്ലേ, 10-60 വയസ്സ് 50 വയസ്സ് വരെ അവരതന്നെയല്ലേ ചെയ്യണം. അതിന് മാറ്റമൊന്നുമില്ലല്ലോ അവർക്ക്. ലോകം മാറുന്ന അറിയണ്ട, ചുറ്റുപാട് നടക്കുന്ന അറിയുന്നില്ല. ലോണുകൾ അടയ്ക്കുക, ഉണ്ടാക്കുന്നത് 60 കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുകൊടുക്കുക, അങ്ങനെ ജീവിച്ച് തീർക്കുകയാണ്. അവിടെ ഞാൻ സത്യം പറയുമ്പോൾ ബിസിനസ് ചെയ്യുന്നവരൊക്കെ എനിക്ക് താല്പര്യം അതാ. ഒന്നിലേക്ക് ബിസിനസ് ചെയ്യാം,
അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ബിസിനസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പോയിട്ട് പറഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും സ്നേഹോട് പുണ്യാള ജയസൂര്യ പറഞ്ഞു ഒന്നില്ലെങ്കിൽ നിനക്ക് അമ്പാനിയുടെ ഭാര്യയാവും അല്ലെങ്കിൽ പ്രാന്തന്റെ ഭാര്യയാവും പറഞ്ഞിട്ടുണ്ട്. സ്നേഹനോട് ഞാൻ ഓൾറെഡി സ്നേഹനോട് അതല്ല ഞാൻ പറഞ്ഞത്. സ്നേഹനോട് എങ്ങനെയാ പറഞ്ഞത്? സ്നേഹം ഇന്ന് ഞാൻ എൻ്റെ ശമ്പളത്തിൽ ഞാൻ പ്രൗഡായിട്ട് പറയുന്നുണ്ടോ, ഞാൻ സ്നേഹൻ്റെ ശമ്പളത്തിൽ ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ട്. സ്നേഹയ്ക്ക് കിട്ടുന്ന ശമ്പളത്തിൽ ഒരു 90% ഞാൻ എടുക്കല്. അങ്ങനെ ചോദിച്ചില്ല. അങ്ങനെ എന്റേതില്ല നമ്മുടെയാണ്. ഞാൻ അന്നങ്ങനെ പറയുന്നത്. സ്നേഹം കല്യാണം കഴിഞ്ഞിട്ടില്ല കേട്ടോ, അതല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല. സ്നേഹന്റെ ശമ്പളത്തിൽ 90% എടുക്കും. എന്നിട്ട് സ്നേഹം എന്ത് ചെയ്യും, 10% പാവം ജീവിക്കും. പക്ഷെ എന്തെങ്കിലുമൊക്കെ അടി ഉണ്ടാകുമ്പോൾ അവള് പറയും. അപ്പൊ ഞാൻ പറയോളോട് അന്ന് ഞാൻ കാണിച്ചിട്ടിരിക്കും, നാളെ ഞാൻ പൈസ ഉണ്ടാക്കും, കണക്ക് പറയാണല്ലേ, പൈസ ഉണ്ടാക്കൂടി. എന്നിട്ട് ഇപ്പം ഒരു ദിവസം കുറച്ച് ദിവസം മുന്നേ പറഞ്ഞ സ്നേഹനോട്, സ്നേഹം ജോലി ഒഴിവാക്കിക്കോ. അതിന് സ്നേഹ ഞാൻ എന്നിട്ട് ജോലി ഒഴിവാക്കേണ്ട ആവശ്യം അല്ല, ഞാനുള്ള കണക്ക് തരുന്നത്. അതിൽ ആഹാ ഇപ്പൊ കണക്ക് പറയാ തുടങ്ങിയില്ലേ. ഈ 6ാം നമ്പറിൽ സായികുമാർ ലാലേട്ടനോട് പറയുന്ന സാധനമുണ്ട്, 250 കോടിയുടെ സ്വത്തുണ്ട് നിൻ്റെ ഈ സുഹൃത്തിന്, അതിൽ കൂടുതൽ വരുമെങ്കിൽ മാത്രം അല്പം സമയം വേണമെന്നുള്ളത് ചൂണ്ടി കാണിക്കുമ്പോൾ പറയുന്ന അത് എനിക്ക് ഈ വീട് മാത്രം മതി, പഴയ വീടെന്നുള്ളത്. അതേപോലെ കണ്ട് വളർന്ന വലിയ ബാല്യത്തിൽ നിന്ന് നഷ്ടപ്പെട്ട കുറേ കാഴ്ചകളുണ്ട്, തിരിച്ചു പിടിക്കാൻ തോന്നിയ ഒരു കാര്യം എന്താ? ഒരു വസ്തു ആയിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ. അതിൻ്റെ G-Shock വാച്ചിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഞാൻ എല്ലായിടത്തും പറഞ്ഞ കാര്യം അത്. ഇതിൻ്റെ ഒരു G-Shock എനിക്ക് പണ്ട് മേടിച്ചത്, എൻ്റെ ബർത്ത്ഡേക്ക് അങ്ങനെ ഗിഫ്റ്റ് ഒന്നും വീട്ടില് റയറായിട്ടാണ്. ഏത് വയസ്സിലാ? ഇല്ല, ഒരു 2015-16 ആ ടൈമിലൊക്കെ എനിക്കൊരു G-Shock വാച്ച് കിട്ടി. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുവരെ എനിക്ക് ഈ പറഞ്ഞ പോലെ ചാത്തം കെട്ടി നിൽക്കുമ്പോഴാണ് അന്ന് എനിക്കൊരു G-Shock വാച്ച് കിട്ടുന്നത്. അത് വൈബ്രേറ്റ് ചെയ്യുന്നൊരു വാച്ചാ, അലാറം അടിക്കുമ്പോൾ. ഇതിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചു. ഞാൻ വീട് ക്ലീൻ ആക്കാൻ വന്ന കുറച്ച് ടീമുണ്ട്. ഇവന്മാർ കുറച്ച് തെലുങ്കന്മാരും എണ്ണന്മാരുമോ. ഞാൻ ഇവന്മാരെ വിശ്വസിച്ചിട്ടാണോ എൻ്റെ പൊട്ടബുദ്ധിക്കാണോ എന്നറിയില്ല, ഞാനത് എടുത്തിട്ട് ടേബിളിൻ്റെ മുകളിൽ വെച്ച് ക്രിക്കറ്റ് കളിക്കാൻ പോയി. പ്രാക്ടീസ് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ വാച്ചില്ല. ആരോട് ചോദിക്കാൻ? അതിനുശേഷം G-Shock ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും എനിക്കൊരു G-Shock വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ സ്വന്തമായി വാങ്ങാൻ പോകുമ്പോൾ ഞാൻ ആ വാച്ച് തപ്പി നടക്കും. തപ്പി നടന്ന് ഇപ്പോഴും എനിക്കത് ആ സാധനം കിട്ടിയില്ല അതുവരെ. എനിക്കത് മാത്രമല്ല, നമുക്കത് വാങ്ങാൻ ഒരു പക്ഷേ ഇനിയും പറ്റും, പക്ഷെ ആ പോയത് അതാണ് കിട്ടുന്നില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല ബ്രോ, എനിക്കൊരു ഇത് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരെ സമ്മതിച്ച് ആവശ്യമുള്ള കാറ്, ആവശ്യമുള്ള ഭക്ഷണം, ആവശ്യമുള്ള ഡ്രസ്സ് എല്ലാം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് കാര്യം ചെയ്തു തന്നുകൊണ്ട് ഇനി എനിക്ക് ലൈഫിൽ എന്ത് അത് വേണം ഇത് വേണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. ഇന്ന് എന്താണോ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള സാധനങ്ങൾ അത് ആ ടൈമിൽ എന്തായിരുന്നു അത് ഫുള്ള് എനിക്ക് അവരെന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് കാര്യങ്ങൾ എനിക്ക് അവർ മേടിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ജീവിതത്തിൽ എടുത്ത ഏറ്റവും വലിയ സന്തോഷം തോന്നുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല തീരുമാനമായിരുന്നു തോന്നുന്നത് സ്നേഹയാണോ? സ്നേഹമാണ് ഒന്ന്, സ്നേഹം. പക്ഷെ നമുക്ക് അങ്ങനെ ഒന്നിൽ മാത്രം അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, തുല്യമായിട്ടുള്ള മറ്റു തീരുമാനങ്ങൾ എന്തായിരുന്നു? കുറേ ഉണ്ട് ബ്രോ. ഞാൻ എനിക്കെൻ്റെ ജൂനിയറിനെ ഞാൻ സത്യത്തിൽ ഞാൻ എങ്ങനെ കണ്ടെന്നറിയില്ല. എൻ്റെ ഫസ്റ്റ് ഡോഗ് ജൂനിയറാ, ഒരു ഹസ്കിയാ. ഇവനെ റോട്ടിൽ കൂടി പോകുമ്പോൾ അവനൊരു 6 മാസം കാണുമെന്ന്, 2 മാസത്തിൻ്റെ പപ്പീനെ പറഞ്ഞ കേജിലിട്ടിട്ട് ഇവങ്ങനെ വളഞ്ഞു വരുന്നു. അപ്പം അന്നൊന്നും ഞങ്ങൾക്ക് ഡോഗിനെ വാങ്ങാൻ ഒരു പ്ലാനും ഇല്ല. കാരണം ബാംഗ്ലൂരാണ് നിൽക്കണേ, ഇത്രയും ഗേറ്റഡ് കമ്മ്യൂണിറ്റി. അതിനകത്ത് ഒരിക്കലും നമുക്ക് ഇപ്പോൾ ഇൻഡിവിജ്വൽ വില്ലയാണ്, പക്ഷെ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു ഡോഗിനെ കൊണ്ടെന്ന് വെച്ചാൽ ഭയങ്കര അലമ്പായിരിക്കും. പക്ഷെ എന്നിട്ട് ഞാൻ വാശി പിടിച്ച് ഞാൻ എടുത്തവനെ. അവ എപ്പോഴും ഉണ്ട് എൻ്റെ കൂടെ. എനിക്കെൻ്റെ ലൈഫിൽ ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് ഇങ്ങനെ എടുത്തൊരു തീരുമാനം, ഏറ്റവും എനിക്ക് സന്തോഷം തന്നൊരു തീരുമാനം അതാണ്. അപ്പോൾ ശരിക്കും ബിഗ് ബോസിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് സ്നേഹനെയാണോ? അത് ഓബിയസ്ലി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫസ്റ്റ് മിസ് ചെയ്തത് ഡോഗ്സിനെയാണ്. അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അത് ഭയങ്കര മിസ്സുമായി പോയി. കാരണം എനിക്ക് അതിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഡോഗിന് എന്തോ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് കിട്ടും എനിക്ക് എന്തോ ഒരു ഇൻഡ്യൂഷൻ പോലെ. ഞാൻ ഇങ്ങനെ പറയും, ഞാൻ ഇവരോടൊക്കെ പറയുന്നത് എന്തൊക്കെയോ. അന്നൊരു ടാസ്ക് നടന്നപ്പോഴും ഞാൻ സംസാരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട്. ഞാൻ സ്നേഹം വന്ന ഉടനെ ഫസ്റ്റ് ചോദിക്കുന്നത് വീട്ടിൽ എന്താ അണക്ക് സുഖമാണോന്നൊന്നുമല്ല, ഇരുത്തിയിട്ട് ആർക്കാ എന്താ പറ്റി മിഷ്കേനെ പറയുന്നത് പറ്റിയോന്നും കൂടി അല്ല ചോദിക്കുന്നത്, എന്താ മിഷ്കയ്ക്കാണോ ജൂനിയറാണോ. അപ്പോഴൊന്നും എൻ്റെ മനസ്സിൽ ആക്സ് പോകണില്ല. എൻ്റെ അക്കീറ്റാണ് അവൻ. എനിക്ക് അവൻ്റെ പേര് എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ നോക്കുമ്പോൾ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡോഗാണ്. 3 വയസ്സായിട്ടേ ഉള്ളൂ. ആൽഫ മെയിലാണ്, ഇത്ര അഗ്രസീവാണ്, നല്ല ഫുഡ് കഴിക്കും. അവൻ പോയിന്ന് കേട്ടോട് കൂടിയിട്ടുണ്ടല്ലോ എൻ്റെ കിളി മാറി. അന്ന് ആ ജിൻ്റെ വാഷ്റൂമിൻ്റെ അവിടെ കണ്ണാടീൻ്റെ അവിടെ ഉള്ളതുകൊണ്ട് മാത്രം ആ കണ്ണാടിക്ക് ആ ഏറ് പോയില്ല. അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് എന്താ അറിയോ, ഞാൻ അന്ന് ഊരയ്ക്ക് പ്രശ്നമായിട്ട് പുറത്തു പോയതാണ്. അപ്പം എനിക്ക് കൃത്യം മാപ്പ് അറിയാം. കൺഫെഷൻ റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങി ടോയ്ലറ്റിൻ്റെ ബാക്ക് കൂടിയുള്ള കോറിഡോറിൻ്റെ ഗ്ലാസ് പൊട്ടിച്ചാൽ ചാടിയിട്ട് അങ്ങനെ പോവാം. ഇതാണ് എൻ്റെ മൈൻഡിൽ. ഞാൻ അങ്ങനെ മൈക്ക് ഇങ്ങനെ ചുരുട്ടി എറിയാൻ പോകുമ്പോൾ ജിൻ്റെ അവിടെ ഇരുന്നിട്ട് എന്താ സായിന്ന്. ഞാനാകെ
ഇത് എവിടുന്ന് വന്നടാ മരം. മൈക്ക് താഴെ എറിഞ്ഞ് നേരെ ബാത്റൂമിൽ കയറി. പിന്നെ എനിക്ക് കിളി പറയുന്നു കുറച്ച് ദിവസം അതിൻ്റെ ഉള്ളിൽ. അതിനാണെന്നുണ്ടെങ്കിൽ ആ പിന്നെ ഞാൻ അന്നാ കരഞ്ഞ, ആകെ കരഞ്ഞ അതിനാ. ശ്രീധുവിൻ്റെ അമ്മ വന്നപ്പോൾ പട്ടിക്കുട്ടി പോയിട്ട് കാണാതുള്ള കരച്ചിലുകൾ ഉണ്ടായിരുന്നു. ഇല്ലല്ല, ഞാൻ ആകെ കരഞ്ഞ ഡോഗിൻ്റെ കാര്യത്തിനാ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ ശ്രീധുവിൻ്റെ അമ്മ പട്ടിക്കുട്ടീനും കൊടുത്ത് ഗിഫ്റ്റും കൊടുത്തു. എനിക്കാണെങ്കിൽ ഇതിനെ കാണുമ്പോൾ ജൂനിയറിനെ ഓർമ്മ വരും. വല്ലാത്തൊരവസ്ഥ ചെയ്യുന്നത്. ഇപ്പോഴും തിരിച്ചു വന്നിട്ട് അതിൻ്റെ കേസ് നോക്കാൻ എനിക്ക് ഭയങ്കര പാടാണ്. അതിൽ നിന്ന് വിട്ട് പോരാൻ കുറച്ച് പാടാണ്, ഭയങ്കര പാടാത്. അങ്ങനെയാണ് ലേശം സീന ആ ഒരു ഡോഗ് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ എനിക്ക് ഓക്കെയാ, പക്ഷെ ആ ഒരു ഡോഗായിട്ട് ഞാൻ അത്ര അറ്റാച്ച്ഡ് ആയിരുന്നു എന്നുള്ള സംഭവം. ഈ അങ്ങനെ കുറച്ച് ഡിസിഷൻസ് ആണ് ലൈഫിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻറ്റ് സാധനം കയറുമല്ലോ. നന്ദി കാണിക്കേണ്ടത് ആരോടാണ്? മനുഷ്യനോടാണോ ഡോഗിനോടാണോ? അല്ല, ഞാൻ മിണ്ടാപ്രാണികളാണ്. മിണ്ടാപ്രാണികൾ തന്നെയാണ്. ഇപ്പം ഈ അടുത്തുണ്ടായാൽ ഇപ്പോൾ പറഞ്ഞു ഇന്ത്യയിൽ ആദ്യം ഉണ്ടായ വാഹനാപകടം എന്തായിരുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ കോയി തമ്പുരാൻ്റെ വന്നിട്ടുണ്ട് 114 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ ആദ്യത്തെ വാഹനാപകടം നടക്കുന്നത് കേരളത്തിലാണ്. അത് നടക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിൽ നായ കുറുകെ ചാടിയപ്പോൾ വീണെന്ന് പറഞ്ഞിട്ടാണ്. അതിന് ചുവട്ടിൽ വന്നൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഇക്കാലത്തും ഇത് പ്രസക്തമാണെന്നുള്ള സാധനം. ഇപ്പോഴും വാഹനാപകടങ്ങൾ കുറേ ഉണ്ടെന്നതിന് കാരണമായിട്ട് നിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പക്ഷം ചേരുന്ന കുറേ മൃഗസ്നേഹികളായിട്ട് സംസാരിക്കാറുണ്ട്. ഈ ചോദ്യയുടെ പ്രസക്തി ആയതുകൊണ്ട് ചോദിക്കുകയാണ്, എന്താ ഈ ഒരു സംഭവങ്ങളിൽ എന്താ? നമ്മുടെ എക്കോസിസ്റ്റത്തിൽ കോ എക്സിസ്റ്റൻസ് എന്ന സാധനമുണ്ട്. നമ്മൾ കൊറോണ വന്നപ്പോൾ നമ്മൾ പഠിച്ചതാ. കോ എക്സിസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നേച്ചറിൽ മനുഷ്യനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഡോഗ്സ് ഉണ്ട് ഓബിയസ്ലി. ഞാൻ ഒരിക്കലും ഒരു ഭയങ്കര മൃഗസ്നേഹി പോലെ വന്നിട്ട് ഡോഗ്സിനെ കൊല്ലാൻ പാടില്ല എന്ന് ഞാൻ പറയില്ല. പ്രശ്നക്കാരായ ഇഷ്ടംപോലെ ഡോഗ്സ് ഉണ്ട്. പ്രശ്നം എവിടെ നിന്ന് ഉണ്ടാവണം എന്നുള്ളത് ആരും എന്താ അഡ്രസ്സ് ചെയ്യാത്ത. ഞാൻ വരുന്ന മലപ്പുറത്തുനിന്ന്, എൻ്റെ നാട്ടിൽ ഇപ്പോഴും വേട്ടയ്ക്ക് പട്ടികളെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. ഈ പട്ടികളെ എവിടുന്നാണ് കൊണ്ടുപോകണേ? തെരുവിലൊരു നായ പ്രസവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തന്നെ ഈ ഡോഗ്സിൻ്റെ കുട്ടികളെ എടുത്തു കൊണ്ടുപോയി 8-10 കുട്ടികളെ ഫാമിലിട്ട് വേട്ടയ്ക്ക് വേണ്ടി പഠിപ്പിച്ചിട്ട് അതിൽ ഒന്നിനെ സെലക്ട് ചെയ്യും. കുരയ്ക്കാനൊരു പട്ടി, ട്രാക്ക് ചെയ്യാനൊരു പട്ടി, കടിച്ചിടാൻ ഒരു പട്ടി, ഇങ്ങനെ കുറേ കാറ്റഗറി ഓഫ് പട്ടികൾ അവർക്ക് ആവശ്യമുണ്ട്. തെരുവ് നായ്ക്കളിൽ 8 കുട്ടികളുണ്ടെങ്കിൽ 8 കുട്ടികൾ ഇവർ കൊണ്ടുപോകും. ഒന്നിനെടുത്തിട്ട് ഇതൊക്കെ ട്രെയിൻ ചെയ്ത പട്ടികളെ പിന്നെ തിരിച്ചു വിടുന്ന കണ്ട മുനിസിപ്പാലിറ്റിക്ക് അകത്താണ്. ഇതിനെക്കുറിച്ച് ഇപ്പോഴും ആരും ഡിസ്കസ് ചെയ്യും. ഇത് എല്ലാ നാട്ടിലുള്ള പരിപാടിയാണ്. മനസ്സിലായി? ഇപ്പം പിന്നാലെ കൂടി കുട്ടികളെ ഈ പട്ടികളെ എങ്ങനെ കണ്ടാറിയാം. ചിലതിന് ചെവി കട്ട് ചെയ്തിട്ടുണ്ടാവും. അത് ഇവർ ഫൈറ്റ് ചെയ്യുമ്പോൾ പോണതല്ല, വാല് കട്ട് ചെയ്തൊന്നും പോണതല്ല, ഇങ്ങനെ കൊണ്ടുപോകുന്ന കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ അതിനൊരു പരിമിതി ഇല്ല. വേറെ കാര്യമുണ്ട്. ഈ ഇങ്ങനെ ഉള്ളൊരു ഡോഗ് ഇത് പെറ്റ് വരികില്ലേ, ഇതിന് നാളെ ഒരു കുട്ടി വരുമല്ലോ, അതിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് എന്താവും? ഈ അഗ്രസീവായ ഡോഗിൻ്റെ ഒരു കുട്ടിയാണ് അടുത്തൊരു കുട്ടി വരുന്നത്, അതിനും ഇതേ അഗ്രഷൻ കാണും. പിന്നെ ഫുഡ്, ഇവർക്ക് എവിടുന്ന ഫുഡ് കിട്ടുന്നത്? പണ്ടത്തെ പോലെ എല്ലാ ഹോട്ടൽസിലും വേസ്റ്റ് പുറത്ത് കൊള്ളുന്നുണ്ടോ? ഇല്ല. അപ്പം എൻ്റെ അമ്മ സ്ഥിരമായിട്ട് ഡോഗിന് ഫുഡ് ഞാൻ പറഞ്ഞിട്ടാണ് റോട്ടിൽ വെച്ചാൽ കൊടുക്കുന്നത്. നാട്ടിലെ പള്ളി കമ്മിറ്റിയിലുള്ള പള്ളിക്കാരെല്ലാവരും കൂടിയും കൂടിയിട്ട് നായ്ക്കൾ പിന്നാലെ കൂടുകയാണ്. രാവിലെ കുട്ടികൾ മദ്രസയിൽ പോകുമ്പോൾ പിന്നാലെ കൂടുകയാണ്. ചിലപ്പോൾ 1-2 ഡോഗ് കാണാം. ബാക്കിയുള്ളൊരു ഫുഡ് കിട്ടുന്നതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ബേസിക് സെൻസ് പോലും ഒരുക്കില്ല. മനസ്സിലായോ? എപ്പോഴാണ് ഒരു മൃഗത്തിന് ഏറ്റവും കൂടുതൽ അറ്റാക്കിംഗ് മൂഡ് എപ്പോഴാണ് വരുന്നത്? ഒന്നല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു മേത്ത് ഡിസീസ് കാണും, മുറി കാണും, അല്ലെങ്കിൽ അതിന് ഫുഡ് കിട്ടാനായിട്ട് വിശപ്പ് മാറിയ ഒരു സൈഡിൽ പോയിട്ട് അത് കിടക്കും. ഇതിനെക്കുറിച്ചൊന്നും ഇവർ ചിന്തിക്കുന്നില്ല. ചില ഡോഗ്സ് ഓക്കെ ഡിസീസ്ഡ് ആവും, അല്ലെങ്കിൽ അവർക്ക് പ്രശ്നങ്ങളുണ്ടാവും. അത് നിങ്ങൾ കൊണ്ടുപോയിക്കോ. എന്തിനാ ആ ഒരു ഡോഗിനെ കൊണ്ടുപോകണ 10 ഡോഗിനെ കൊണ്ടുപോകേണ്ട ആവശ്യം? ഇത്രയും സ്ട്രീറ്റ് ഡോഗ്സിന് വരുന്ന സമയത്ത് നിന്ന് ആരാണ് അതിന് ഫീഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആരാണ് അതിന് പരിപാലിക്കേണ്ടത്? ഗവൺമെന്റ് ചെയ്യണം. അത് പ്രാക്ടിക്കൽ പോസിബിൾ? ഗവൺമെന്റ് ചെയ്യുന്ന പ്രാക്ടിക്കലി പോസിബിൾ ആണ്. ഞാൻ എൻ്റെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഈ വന്ധീകരണം നടത്തുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇപ്പോൾ വന്ധീകരണം എവിടെ നടക്കുന്നില്ല, എവിടെ പ്രോപ്പറായിട്ട് നടക്കുന്നത്? വന്ധീകരണത്തിന് കൊണ്ടുപോയി വന്ന നായ്ക്കൾ പിന്നെയും പ്രസവിച്ചിട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ വെറും പ്രഹസനാണ്. അതൊന്നും പ്രോപ്പറായിട്ടൊന്നും നടക്കുന്നില്ല. തുടരെ ഇപ്പം നമ്മളിപ്പോൾ കുറേ CCTV വീഡിയോസ് ആണെങ്കിലും കുറേ വരുന്നുണ്ട്. അതങ്ങനെയാണ്. കുട്ടികളൊക്കെ വരുന്ന സമയത്താണെങ്കിൽ പോലും നിന്ന് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അത് എടുത്ത് റിയാക്ട് ചെയ്യാനോ അതിനെ ഓടിക്കാനോ ഉള്ള സാധനമുണ്ട്. എന്താ പ്രശ്നം എന്നറിയോ? ഒരു നാട്ടിലൊരു അഗ്രസീവ് ഡോഗ് ഉണ്ട്. ആ ഡോഗിനെ ബാക്കി ഡോഗ്സ് തന്നെ ഐസൊലേറ്റ് ചെയ്ത് കളയും. അത് ഇവരാരും നോക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഡോഗിനെ ചിലപ്പോൾ കൂട്ടം കൂടി ബാക്കി നായ്ക്കൾ ഓടിക്കുന്നുണ്ടാവും. ഒരു പാക്ക് നായ്ക്കളെ അറ്റാക്ക് ചെയ്യുമ്പോൾ വേണമെങ്കിൽ അവരെ നിങ്ങൾ കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ ആ ഒറ്റപ്പെട്ട ഡോഗിനെ നിങ്ങൾ കൊണ്ടുപോയിക്കോ. എന്തിനാ എല്ലാത്തിനും കൂടി പിടിച്ചുകൊണ്ടായ കുഴപ്പം എന്താ അറിയോ? ചില സാഹചര്യത്തിൽ ഈ നായ്ക്കളുള്ളതുകൊണ്ടുള്ളൊരു ഗുണമുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്ന വീടിൻ്റെ ചുറ്റുവട്ടത്ത് നമ്മളല്ലാതെ രാത്രി സമയത്ത് വേറൊരു വണ്ടിയോ ആളെയോ കണ്ടു കഴിഞ്ഞാൽ ഇവന്മാർ ഓടിക്കും. നായ്ക്കളില്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയുക പോലുമില്ല അങ്ങനെ ഒരാളവിടെ വന്നു എന്നോ എന്തെങ്കിലും ആയി എന്നുള്ളത്. ഇവരുള്ളതും ഗുണമുണ്ട്,
ഇങ്ങനത്തെ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പൊ ഇത് ഒറ്റപ്പെടലുകളല്ല, അല്ല ഒറ്റപ്പെടലുകൾ അല്ലാതായി തോന്നാൻ കാരണം എന്താ, ഇപ്പൊ അടുത്ത് പോലീസുകാർക്കെതിരെ ഇഷ്ടംപോലെ കേസുകൾ വന്നില്ലേ. അന്ന് കംപ്ലീറ്റ്ലി ചാനലിൽ എന്താ ഓടി, അതൊരു സംഭവം വിഷയം നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടത് വീണ്ടും വീണ്ടും കാണിക്കുന്നുള്ള വിഷയങ്ങളുണ്ട്. വേറെ സീനൊന്നും പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ഈ സാധനം ഒറ്റപ്പെട്ടതായിട്ട് മാറ്റി നിർത്താൻ പാടില്ലാത്ത കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ഈ കുഞ്ഞുമക്കൾ എന്നുള്ള രീതിയിലേക്ക് അവർ പലപ്പോഴും സ്കൂൾ വിട്ട് വരുന്നതോ ട്യൂഷൻ കഴിഞ്ഞിട്ട് വരുന്ന സമയത്താണെങ്കിൽ പോലും ആ പെർട്ടിക്കുലർ സ്ഥലത്ത് ആ ഒരു അഗ്രസീവായ ഡോഗിനെ കൊണ്ടുപോയാൽ മതി. അല്ലാതെ ആ കൂട്ടം കൂടി ഒന്നിച്ച് എല്ലാത്തിനെയും കൂടി കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ. ഒരു ഡോഗ് അഗ്രസീവാണ്, അല്ലെങ്കിൽ ഒരു പാക്ക് ഓഫ് ഡോഗ്സ് അഗ്രസീവാണ്, നിങ്ങൾ അവരെ കൊണ്ടുപോയിക്കോ, അവരെ റീഹാബിലേറ്റ് ചെയ്തോ, എന്നാലും പ്രശ്നമില്ലല്ലോ. അങ്ങനെയും ചെയ്യാമല്ലോ. ഇപ്പം ഏറ്റവും കൂടുതൽ ഫണ്ട് വരുന്നത് എന്താ, NGOs ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുക്കുന്നത് എന്തിനാ? ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ്. സ്ട്രേ ഡോഗ്സിനുള്ള വേണ്ട വിധത്തിൽ വിനിയോഗിക്കുക എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ടല്ലോ. എല്ലാവർക്കും പൈസ അടിച്ചു മാറ്റാനല്ലേ. ഇപ്പോൾ ബാംഗ്ലൂർ ഞാൻ ഒരു 10-12 വർഷം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. എത്ര ക്യൂപ്പ് അടക്കം എത്ര NGOs ഉണ്ട് അറിയോ സ്ട്രേ ഡോഗ്സിനെ കൊണ്ടുപോയി. അവർ ഫണ്ട് അടിച്ചു മാറ്റുന്നുണ്ട് ഒരു സൈഡിൽ കൂടി, ഇല്ല ഞാൻ പറയുന്നില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് അവർ നോക്കുന്നുണ്ട്. ഒരു മാന്യതയുണ്ട്, അത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ കർണാടക, ഡൽഹി, ബോംബെ, തമിഴ്നാട്, കേരളത്തിലുള്ള സ്ട്രീറ്റിലുള്ളതിനേക്കാൾ ഇരട്ടി ഡോഗ്സ് അവിടെ അല്ലേ. എത്ര അറ്റാക്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. അവക്കൂടെയും കുട്ടികളൊക്കെ തന്നെയല്ലേ പോകുന്ന മനുഷ്യന്മാർ. ആട്ടിക്കടിക്കാറുണ്ടോ? ഇല്ല. കാരണം അവരെന്താ കോഎക്സിസ്റ്റിങ് പഠിച്ചു, കോഎക്സിസ്റ്റ് ചെയ്ത് മനസ്സിലായി അവർക്ക്. ഇവിടുത്തെ ഡോഗ്സ് ഇപ്പോഴും കോഎക്സിസ്റ്റ് ചെയ്യാൻ പഠിച്ചിട്ടില്ല. ഇതിന് ഒപ്പം ജെല്ലായി പോണ്ടേ, അത് പഠിച്ചിട്ടില്ല ഇവിടുത്തെ ഡോഗ്സ്. അത് പഠിച്ചു വരണേ ഉള്ളൂ. അതിന് മുന്നേ തന്നെ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യാൻ. ഇപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പം കാട്ടിൽ നിന്ന് നാട്ടിക്ക് മൃഗങ്ങൾ ഇറങ്ങി എന്ന് പറയുമ്പോൾ ചില മൃഗസ്നേഹികൾ പറയുന്നത് കാടിൻ്റെ അടുത്ത് പോയി വീട് വെച്ചിട്ടല്ലേ. അങ്ങനത്തെ ചോദ്യം വരുമ്പോഴത്തേക്ക് അത് മൃഗസ്നേഹിയാക്കും. അതേപോലത്തെ ഒരു ചോദ്യമാണിത്. ശരിക്കും പലപ്പോഴും ഇന്നുള്ളൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, ഇത് മനുഷ്യന്മാർക്കിടയിൽ നിന്നുള്ള രീതിയിലേക്ക് കടുവേനെ കണ്ടു എന്നുള്ളത്. ശരിക്കും കടുവ കിടക്കുന്നിടത്ത് പോയിട്ടാണ് മനുഷ്യന്മാർ കയറിയതുകൊണ്ട്. ഒന്നാമത്തെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സംഗതി ഇതിനകത്തില്ല. ഒരു പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ഇതുവരെയായിട്ട് ഇങ്ങനെ കോഎക്സിസ്റ്റൻസ് എന്നുള്ളൊരു ടേം തന്നെ നമുക്ക് അത്ര എനിക്ക് തോന്നുന്നില്ല നമ്മൾ അത്രത്തോളം അതിനൊരു വാല്യൂ കൊടുക്കുന്നുണ്ടല്ലോ. കോഎക്സിസ്റ്റ് ചെയ്യണമല്ലോ, നല്ല പ്രകൃതിയിൽ നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇത് കോഎക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇത് മനുഷ്യന് മാത്രം ജീവിച്ചാൽ മതി പറഞ്ഞ് മുന്നോട്ട് പോയാൽ പരിപാടി നടക്കില്ല. ഈ പലപ്പോഴും ഈ മലപ്പുറം എന്നുള്ള ജില്ല അല്ലെങ്കിൽ സ്ഥലത്തെക്കുറിച്ച് വിമർശിക്കപ്പെടുന്ന കുറേപ്പോഴും ഈ മതം അല്ലെങ്കിൽ രാഷ്ട്രീയം കണക്ട് ചെയ്തിട്ട് പറയാറുണ്ട്. അത് ഭയങ്കരമായിട്ട് അതിനെ സ്പർദ്ധ കൊണ്ടുവരാറുണ്ടെന്നുള്ളത്. പക്ഷേ ഇപ്പോഴും അവിടെ നിന്ന് അതിൻ്റെ നല്ല വശങ്ങളും ഈ സ്ഥലത്തെക്കുറിച്ചുള്ള മഹാത്മ്യങ്ങളും വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്ന ശബ്ദങ്ങളിലൊന്ന് സായണം എനിക്ക് അതിൻ്റെ മുൻനിരയിൽ ഉണ്ടാവാറുണ്ട് പലപ്പോഴും എന്നുള്ളത്. ഈ തെറ്റായിട്ട് വ്യാഖ്യാനപ്പെടുന്നത് ശരിക്കും രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പിന് വേണ്ടി മാത്രമാണോ എപ്പോഴും ഈ മലപ്പുറം എന്നുള്ളൊരു വിഷയം എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്? ഒരു 10% ആൾക്കാർ ഇപ്പോഴും മലപ്പുറത്ത് ഈ പറഞ്ഞ മാതിരി തീവ്ര മതചിന്താഗതി വെച്ച് നടക്കുന്നവരുണ്ട്. പക്ഷെ അവർ വിസിബിൾ അല്ല ഇപ്പോൾ, കുറച്ച് കുറവാണ്. അങ്ങനെ പുറത്ത് വന്ന് പണ്ടത്തെ പോലെ ഇങ്ങനെ അടിച്ച് പറയാറൊന്നുമില്ല. ഭയങ്കരമായിട്ട് അവരുടെ ഇപ്പോഴത്തെ തലമുറ ഭയങ്കര സോർട്ടഡ് ആണ്, അതുകൊണ്ട് അവർ ഓക്കെയാണ്. പക്ഷെ 10% സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആണ്. പക്ഷെ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറത്തിന് ഒരു സീനും ഇല്ല. അപ്പം ഞാൻ ധൈര്യമായിട്ട് മലപ്പുറത്ത് ഇരുന്നുകൊണ്ട് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യനെയും എല്ലാത്തിനും പള്ളീനെയും പറയുന്നുണ്ട്, അമ്പലത്തിനെയും പറയുന്നത് എല്ലാം പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ നാട്ടിൽ ഉറപ്പാണ് എൻ്റെ മേത്തൊരു പൂഴി മണൽ വീഴില്ല. പക്ഷെ ഇതേ കാര്യം ഞാൻ വേറെ ഏതെങ്കിലും ഒരു ജില്ലയിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർന്നു. ഒന്നില്ലെങ്കിൽ അതൊരു പാർട്ടി ഗ്രാമമാവും, അല്ലെങ്കിൽ അതൊരു മെജോറിറ്റി ഓഫ് റിലീജിയനിൽ പെട്ട ആളുകളുടെ കോൺസെൻട്രേഷൻ ഉള്ള ഒരു ഏരിയ ആയിരിക്കും. പറയാൻ പറ്റില്ല നമുക്കവിടെ. എനിക്ക് എൻ്റെ നാട്ടിൽ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഞാൻ അങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് ഇപ്പോൾ മലപ്പുറത്ത് വന്നു പോയവർക്ക് അറിയാം മലപ്പുറത്തിൻ്റെ ഒരു ഗുണം എന്താണെന്നുള്ളത്. കാരണം ഞങ്ങളെ നാട്ടിൽ ഞാൻ അതേ കണ്ടിട്ടുള്ളൂ. ആർക്കും എല്ലാത്തിനുള്ള സ്പേസും കൊടുക്കുന്നുണ്ട്, ആരും ആരുടെ കാര്യം നോക്കി നടക്കുന്നുമില്ല. പിന്നെ എന്തിനാണ് ഈ മലപ്പുറം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രത്തോളം ഇവർ ഈ വർഗീയത കുത്തിക്കയറ്റണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും ഈ മതത്തിന്റെ അപകടം വരുന്നത് ശരിക്കും രാഷ്ട്രീയമായിട്ടുള്ള ഒരു എസൻസ് അതിൽ കൂടി ചേരുമ്പോഴാണ്. അത് ഉറപ്പല്ലേ. അതായത് ഇവിടെ വോട്ട് ബാങ്ക് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അത് മതപരമായിട്ട് രാഷ്ട്രീയം കളിച്ചാൽ മാത്രമേ പറ്റൂ. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ള ഒരു ഗവൺമെൻറ് അവർക്ക് ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വന്നിട്ടൊരു അയ്യപ്പ സംഗമം നടത്തേണ്ട കാര്യമുണ്ടോ? എൻ്റെ അറിവിലില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അമ്പലത്തിൻ്റെ ചുറ്റുപാടും വേണ്ട ബേസിക് സാധനങ്ങളല്ല ശബരിമലയിലോ അല്ലെങ്കിൽ വേറൊരു അമ്പലത്തിലോ ഉള്ളതാണോ? ബിസിനസ് അല്ലേ. അയ്യപ്പൻ ശബരിമലയിൽ പോയിട്ട് തപസ്സിരുന്നത് അയാളെ മനസമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ഭക്തർ വന്ന് കണ്ടുപോയിക്കോട്ടെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എന്ന് പറഞ്ഞത് അവരുടെ മനസമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ഇന്ന് ശബരിമല പോണ ഏതെങ്കിലും ഒരുത്തിന് മനസമാധാനം കിട്ടുന്നുണ്ടോ? അയ്യപ്പന് കിട്ടുന്നുണ്ടോ? അല്ല, പോകുന്നൊരു സമാധാനം കിട്ടാതെ ചിലപ്പോൾ ഇത് ആവർത്തിക്കുന്നുണ്ടാവില്ലായിരിക്കുമല്ലോ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വേണ്ട ആവശ്യങ്ങൾ ഒന്നില്ലെങ്കിൽ പണിയാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് കുറെ പേര് ചിലപ്പോൾ നേടൽ മാത്രമല്ല. അപ്പൊ ചിലവരുണ്ട് അവരുടെ മനസ്സിന് കിട്ടുന്ന ഒരു സമാധാനത്തിന് വേണ്ടി പറയുമ്പോഴുള്ള മനസ്സമാധാനം അല്ല ഞാൻ പറയുന്നത്.
മല കയറുമ്പോൾ ഒരാൾക്ക് ഒരു മനസ്സമാനം ഉണ്ടോ? ബേസിക് ആയിട്ടൊരു വെള്ളം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അവിടെ ഒരു വെള്ളം ഫ്രീ ആയിട്ട് കിട്ടുന്ന സൗകര്യങ്ങൾ എന്താ ചെയ്യണേ? ഒരു അമ്പലത്തിന് ചുറ്റുമുള്ള സൗകര്യങ്ങളാണോ ഇവിടെയുള്ള അമ്പലങ്ങൾക്ക് ചുറ്റുമുള്ളത്? ഒരു പള്ളിക്ക് ചുറ്റുമുള്ള സൗകര്യങ്ങളാണോ ഇവിടെ ഒരു പള്ളിക്ക് ചുറ്റുമുള്ളത്? അല്ല. ഇവിടെ എന്താ ഗുരുവായൂർ അമ്പലത്തിന് ചുറ്റുമുള്ള സൗകര്യങ്ങൾ എന്താ? ആ അമ്പലത്തിന് ആവശ്യമുള്ളതും അവിടുത്തെ ഈ പറഞ്ഞ ആളുകൾക്ക് വരുന്ന ഡിവോട്ടീസിന് ആവശ്യമുള്ള കാര്യങ്ങളാണോ? എനിക്ക് എപ്പോഴും അത് ഭയങ്കര മിസ്മാച്ച് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനത്തെ അത് പറയുമ്പോൾ നമ്മളെന്തോ വലിയ പ്രശ്നക്കാരനാ തോന്നും. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം. അപ്പം ഞാൻ എൻ്റെ അമ്മാമ്മ ശബരിമല കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ തന്നെ ഞാൻ പോകുമ്പോൾ ഞാൻ ആലോചിക്കലുണ്ടായിരുന്നു, ഇതെന്താ ഇങ്ങനെ. ശരിക്കും പിന്നീട് തോന്നിയിട്ടില്ലേ മല കയറണം തോന്നിയിട്ടില്ല? ഇല്ല. എനിക്കിപ്പോൾ മല കയറണം, എനിക്കൊരു അമ്പലത്തിൽ നിന്നൊരു പ്രസാദം കൊണ്ടുവന്ന് സ്നേഹം തന്നാലടക്കം വേണ്ട മോളെ, ഞാനില്ല, താല്പര്യമില്ല. ഈ ഉത്സവങ്ങളിൽ പങ്കെടുക്കാറുണ്ടോ? ഇപ്പം ഒന്നുമില്ല. ആഘോഷങ്ങളും വിശ്വാസങ്ങൾ മാത്രമല്ല, ആഘോഷങ്ങളും വേണ്ടെന്ന് വെച്ചു. ഞാൻ ഇന്നെ തന്നെ ഇപ്പോൾ ഈ സിജോൻ്റെ കല്യാണത്തിലാണ് എന്നെ പിടിച്ചോൻ പള്ളി പെരുന്നാളിലുണ്ടായത്. എന്നിട്ട് തന്നെ ഞാൻ ഒരുമാതിരി മറ്റേ വെരുക്ക് കൂട്ടിലിട്ട മാതിരി ഞാൻ അവിടെ നിൽക്കണമല്ലോ അങ്ങനത്തെ പ്രശ്നമായിരുന്നു എനിക്ക് ഉണ്ട്. ഇപ്പം പിന്നെ എന്താ പറയുക, എനിക്ക് ആ ഒരു ഇത് ബിസിനസ് ആയതോട് കൂടിയിട്ട് എനിക്ക് ഇതിനോട് ഭയങ്കര വെറുപ്പായതുകൊണ്ട്. ഇതെല്ലാ മതങ്ങളിലും ഉണ്ട്, ഇതെല്ലാവരും എല്ലാത്തിനും ഞാൻ എല്ലാവരും പറയും. ഈ പലപ്പോഴും മതങ്ങളിൽ പറയുന്നതിലേ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ അതിനെ പറയാറുള്ളത് ദേവസ്വം ഭരണം അത് ഗവൺമെന്റിന്റെ കീഴിലായിട്ട് കൊണ്ടു നടക്കുന്നതിനെ പറ്റിയിട്ടാണ്. അത് ഒരു ദൈവത്തിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യം തീരുമാനിക്കേണ്ടത് ഒരു ദേവസ്വം മറ്റേ മന്ത്രിയോ ദേവസ്വത്തിൻ്റെ ഒരു എഞ്ചിനീയറോ ആണോ? എനിക്കറിയാൻ പാടില്ല. അപ്പം ഞാൻ ഒരു വീട് വെക്കുകയാണ്, ഞാനാണ് അതിലെ ഗൃഹനാഥൻ. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ ആരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിക്കാറ്? എഞ്ചിനീയറെ കൊണ്ട് ചെയ്യിക്കാറ്. അല്ലാതെ എഞ്ചിനീയർ ഇഷ്ടത്തിന് ഈൻ്റെ വീടിനെ ചുറ്റും എന്തുണ്ടാക്കി എൻ്റെ വീടുണ്ടാക്കിയോ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഏതെങ്കിലും ഒരു ദൈവം അമ്പലത്തിന് ചുറ്റും ഇന്ന സാധനങ്ങൾ വേണം അല്ലെങ്കിൽ ഇതിൻ്റെ ചുറ്റും ഇന്നത് വേണമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടും കേട്ടിട്ടൊന്നുമില്ല. ഇതെല്ലായിടത്തും തോന്നുന്നവരെ അങ്ങോട്ട് ഉണ്ടാക്കി, ലോകത്തെ എല്ലായിടത്തും അങ്ങനെയാണ്. അപ്പോൾ അത് മനുഷ്യൻ ഉണ്ടാക്കുന്നതാണ്. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ? അതിന് ദൈവങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ദൈവം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ശബരിമലയിൽ അയ്യപ്പൻ പോയി ഇരുന്നത് അയാൾക്ക് സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ഇന്ന് അയാൾക്ക് സമാധാനമില്ല, ഇറങ്ങി ഓടിയിട്ടുണ്ടാവും, മല ഇറങ്ങി പാഞ്ഞുണ്ടാവും. ഇത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ വിശ്വാസികൾ ചൂഷണം ചെയ്യാൻ നിന്ന് കൊടുത്താൽ നിൽക്കാം. ഈ സോലെ സിനിമയിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് മീഡിയയ്ക്ക് അവർക്ക് ഓൾറെഡി നിന്ന് കിട്ടാതെയാകുമ്പോൾ കോണ്ടന്റ് കിട്ടാതെ വരുന്ന സമയത്ത് ഈ മരണം കാത്തു കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ സായി തുടക്കത്തിൽ ഉപയോഗിച്ചൊരു വാക്കുകളുണ്ട്. അതായത് ഇത് വരുമ്പോൾ കോണ്ടന്റ് എനിക്ക് വരണം, തുടരെ വരണം സംഭവിക്കുന്നുള്ളത്. ഏതിലും ഘട്ടത്തിൽ മനസ്സിലായിച്ചിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ നടന്നിട്ട് കോണ്ടന്റ് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലൂടെ എപ്പോഴെങ്കിലും അഭിമുഖീകരിച്ചിട്ടുണ്ടോ? ഞാൻ ചെയ്യുന്ന കണ്ടന്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കേരളത്തിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ തലേ ദിവസമോ അങ്ങനെ നടന്ന എന്തെങ്കിലും സംഭവം, ഒരു ക്ഷാമമില്ല കണ്ടന്റ്. അങ്ങനെ നടക്കാത്തൊരു സമയത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് ഇപ്പോൾ വിഷയങ്ങളൊന്നും വരുന്നില്ല, വിഷയത്തിന് ഭയങ്കര താല്പര്യം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ കുറച്ചുകൂടി മേഖല കടക്കും അന്ന് അങ്ങനെയാണോ ചിന്തിക്കുക? ഞാൻ എല്ലാം പറയലുണ്ട്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ വിഷയദാരിദ്ര്യം വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് ഞാൻ എന്തിനെ കുറിച്ചും പറയുന്നുണ്ട് ഇരുന്നിട്ട്. ഞാൻ ചെയ്ത വിഷയങ്ങളിൽ അത്രത്തോളം പറയേണ്ട ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമൊന്നുമല്ല, പക്ഷേ എനിക്കിതിവിടെ പറഞ്ഞിട്ട് കുറച്ചുകൂടി കത്തിക്കാൻ തോന്നിയിട്ട് ചെയ്തൊരു വിഷയം എന്തായിരുന്നു? അതുണ്ട്, അതൊന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് രണ്ടല്ല, അതിൽ കൂടുതൽ ചെയ്തിട്ടുണ്ടാവും. ഇതൊന്ന് കത്തിയാ കൊള്ളാം. ബേസിക്കലി കമ്മ്യൂണിസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. രാഷ്ട്രീയം ഞാൻ കത്തിക്കാൻ വേണ്ടി ചെയ്യലുണ്ട്. ഇതൊന്ന് കത്തി കിട്ടണം. കാരണം എന്താ, അപ്പുറത്തെ സൈഡിൽ നിന്ന് കത്തിക്കലാണല്ലോ. ഞാൻ കത്തിച്ചുകൊണ്ട് വലിയ പ്രത്യേകിച്ച് ചായവ് എങ്ങോട്ടാ രാഷ്ട്രീയപരമായിട്ട് കക്ഷി രാഷ്ട്രീയം ഉണ്ടോ? എനിക്ക് എൻ്റെ മനസ്സിനകത്ത് ഞാൻ ഒരു നല്ല എന്താ പറയുക കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ളൊരു ചിന്താഗതിയാണ്. കാരണം നമുക്കങ്ങനെയാണല്ലോ. ഞാൻ ഒരു കൈൻഡ് ഓഫ് എല്ലാത്തിനോടും എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ദൈവത്തിനോടും മതത്തിനോടും ഉണ്ട്. ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എതിർക്കാൻ തോന്നും, അങ്ങനെ ഉണ്ട്. പക്ഷെ ഒരിക്കലും എനിക്കെന്ത് പുറത്ത് വന്നിട്ട് ഞാനൊരു കമ്മ്യൂണിസ്റ്റാന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ AKG സെൻറ്ററിന് മെമ്പർഷിപ്പ് എടുക്കണം. ഇപ്പം അതാണുള്ള പ്രശ്നം. അപ്പോൾ അത് നടക്കില്ല. പിന്നെ എനിക്ക് ഒട്ടും ഈ പിണറായി കൈൻഡ് ഓഫ് കമ്മ്യൂണിസ്റ്റിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നതും ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് ഈ കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസ്സിലുള്ള ഫ്രണ്ട്സും അങ്ങനെ കുറേ ആൾക്കാരാണ്. കാരണം ഒന്നാമത് എൻ്റെ വീട്ടുകാർ കോൺഗ്രസ്സുകാരാണ്, കംപ്ലീറ്റ് കോൺഗ്രസ്സുകാരാണ്. അപ്പം മാമന്മാരും മറ്റവരും മറച്ചവരും കേട്ടൊക്കെ കുറേ കാരണമുണ്ടോ? ഇല്ല, അതുകൊണ്ടല്ല, വീട്ടുകാർക്ക് ഉണ്ടായിരിക്കാം, എനിക്കങ്ങനല്ല. അപ്പം ഇപ്പം നോക്കുമ്പോഴും എനിക്ക് കുറേ കൂടി ആക്സസിബിലിറ്റി കൂടുതലുള്ളത് അവിടെയാണ്. പിന്നെ സംഖ്യ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മങ്കി നിങ്ങൾ എന്നെ ആക്കിക്കോ എന്നാലും കുഴപ്പമില്ല, ഞാൻ സംഖ്യ വരുന്നത്. ആ രാഷ്ട്രീയത്തിനോട് എനിക്ക് ഒട്ടും യോജിക്കാനേ പറ്റുന്നില്ല. എനിക്ക് അതിനോട് സംഘപരിവാര രാഷ്ട്രീയത്തിനോട് എനിക്ക് ഈ കുറച്ചുകൂടി രാഷ്ട്രീയമാണ് നോക്കാറുള്ള വ്യക്തികളെ നോക്കാറുള്ളത്. ഇപ്പോൾ സംഘരാഷ്ട്രീയത്തിൽ അവിടെ തന്നെ സെക്കൻഡിൽ ഏതെങ്കിലും വ്യക്തികളിലേക്ക് ഇഷ്ടമുള്ളൊരു രാഷ്ട്രീയ നേതാവുണ്ടോ?
കുറവാണ്. ഇവർ ആ പാർട്ടിയിലാവേണ്ടതില്ല, ഈ പാർട്ടിയിലാവുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു തോന്നിയിട്ടുള്ള ഒരാളാരാ? ഇല്ല, അങ്ങനെയല്ല. പാർട്ടിയിലായാൽ പിന്നെ അവരങ്ങനെയാണ്, പാർട്ടിക്കാരാണ്. പിന്നെ നല്ലതും ചീത്തല്ല. പാർട്ടി ആ പാർട്ടിയാണെങ്കിൽ ഓൻ്റെ ഇപ്പൊ എല്ലാത്തിലും ഉണ്ടാവല്ലോ. ഇപ്പൊ കമ്മ്യൂണിസത്തിലായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ഇടതുപക്ഷം വലതുപക്ഷം ആയിക്കോട്ടെ, അത്തരത്തിൽ ഇവരുടെ ഞാൻ പറയട്ടെ, ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് ന്യൂട്രലായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള തോന്നൽ ഒരാളിൽ നിന്ന് കിട്ടണം. എനിക്ക് റീസെന്റ് പോയി കിട്ടിയത് ഒരു മാത്യു ഗോൾനാടുണ്ട്. അങ്ങയിൽ നിന്ന് എനിക്ക് ആ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ഇനി അപ്പുറത്തോ ഇപ്പുറത്തോ നോക്കുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു തോന്നൽ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, കിട്ടിയിട്ടില്ല. എനിക്ക് മാത്യുവിനെ നോക്കുന്ന സമയത്ത് ഇയാൾക്ക് പൊളിറ്റിക്സിനോടാണ് താല്പര്യം, അത് നിൽക്കുന്നത് ഇവിടെ ആയതുകൊണ്ട് നിന്ന് പോവാണോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴായിട്ട്. അല്ലാതെ ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരു രാഷ്ട്രീയമുള്ള ഒരാളായിട്ട്, പിന്നെ ശശി തരൂർ ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇയാൾ ഇവിടെ നിൽക്കേണ്ട ആൾ തന്നെയാണ്. അങ്ങനെ നമുക്ക് തോന്നാലോ. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ അങ്ങനെ. നമ്മൾ ഏത് വിഷയങ്ങളും വിമർശിക്കുന്ന ആളാണ്, അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ആളാണ്. ഈ വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട്, നീ പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തേ എന്ന് പറയാറുണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വരുന്നത് സിനിമയാണ്. സോ എപ്പോഴാണ് താങ്കളുടെ സിനിമ കാണാൻ പറ്റുക? എൻ്റെ സിനിമ ഒന്നും കാണാൻ പറ്റും തോന്നുന്നില്ല. സിനിമ എന്ന ആഗ്രഹമുള്ള ആളാണ്, സിനിമ ചെയ്യാത്ത എന്തുകൊണ്ടാണ്? ഞാൻ ചെയ്ത സംഭവങ്ങൾക്ക് തിരിച്ച് എനിക്ക് കിട്ടുന്നുള്ളൊരു സാധനം ഉണ്ടോ? അല്ല, അതുണ്ട്. മൃണാൾ ഹോട്ടൽ തുടങ്ങിയ പോലെയാവോ? സത്യം ഉണ്ട്, നല്ല പടി ഉണ്ട്. അങ്ങനെ ഒരു ഭയമുണ്ട്. പിന്നെ അഖില കണ്ടില്ല, ഇപ്പോ ഇറങ്ങിയിട്ടില്ല ബഹിരാകാശ ഉള്ളകൊല്ലി. അല്ല, അതങ്ങനെയാണ്. അപ്പൊ ഞാൻ ഇത് ലൈഫിൽ പഠിച്ച് ഇരിക്കുന്ന ഒരാളാ. കാരണം ബിഗ് ബോസ് റിവ്യൂ പറഞ്ഞു, ബിഗ് ബോസ് പോയി ഏറെപ്പോയി. മൂവി റിവ്യൂ പറയണെങ്കിൽ ഞാൻ സിനിമ പോയി ഞാൻ അപ്പുറം ഞാൻ ചിലപ്പോൾ പോകും. ഞാൻ ആലോചിക്കുന്നതല്ല, ഇവിടുത്തെ പ്രമുഖ നടന്മാരടക്കം ചിലപ്പോൾ കാറ് കയറി ഇന്റെ സിനിമ റിവ്യൂ ചെയ്യും. അതുകൊണ്ട് വേണ്ട. അല്ല, ശരിക്കും അത് ഇപ്പം എല്ലാവരും റിവ്യൂ ചെയ്യുന്നവരടുത്ത് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഒരു മൂവി അല്ലെങ്കിൽ ഒരു ഷോർട്ട് മൂവി എടുത്ത് കാണിക്കുന്ന പറയുന്നത്. അപ്പോൾ ഇത്രയും പേരെ ചലഞ്ച് ചെയ്യുമ്പോൾ, വെല്ലുവിളിക്കുമ്പോൾ ശരിക്കും ഇത് നമുക്കും പറ്റണ പണിയാണെന്നുള്ളത് കാണിക്കാൻ തോന്നിയിട്ടില്ലേ? അതിപ്പോൾ ഞാൻ അഭിനയിച്ച് കാണിക്കണ്ടല്ലോ. ഫിലിം മേക്കിംഗ് ആണെങ്കിലും നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആക്ടിങ് ആണെങ്കിലും സംഭവം ചെയ്യാൻ പറ്റും. ആക്ടിങ്ങിനെ പരാമർശിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ആക്ടർ ആയിട്ട് വരും, അല്ലെങ്കിൽ ഫിലിം മേക്കർ ഡയറക്ടർ ആവേണ്ടി വരും. ഇത് ഈ ഫിലിം ആണെങ്കിലും എല്ലാം ഒരു ഡിജിറ്റൽ സാധനത്തിന്റെ ഒക്കെ ഒരു ബേസിക് കോർ നമ്മൾ ചെയ്യുന്ന എല്ലാ പരിപാടികളും അതിനകത്തുണ്ട്. കട്ട്, എഡിറ്റ്, ഷൂട്ട് സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന ഈ യൂട്യൂബിന്റെ സാധനങ്ങളിലും ഉണ്ട്. ഇത് ഈ പറയുന്ന വണ്ടന്മാർക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല, ഇത് ബിരിയാണി വെപ്പ് പോലെ അല്ലല്ലോ. ഇതിപ്പോ ഇപ്പം ഞാൻ വിമർശിക്കാനാണെങ്കിലും ഒരു വീഡിയോ എടുക്കുമ്പോൾ കട്ട് ചെയ്യുന്നുണ്ട്, എഡിറ്റ് ചെയ്യുന്നുണ്ട്, അതിനാവശ്യമുള്ള എഫക്ട്സ് ഞാൻ ഇടുന്നുണ്ട്. ഇതൊരു ലാർജ് സ്കെയിൽ ചെയ്യുന്നതാണല്ലോ സിനിമ എന്ന് പറയുന്ന പരിപാടി. ഇതിന്റെ ചെറുത് ഏറ്റവും മിനിയേച്ചർ വേർഷനും ഏറ്റവും പ്രോ വേർഷനും ഇത്രയല്ലേ വ്യത്യാസമുള്ളൂ. പക്ഷെ നമുക്കത് അങ്ങനെ മൂവിനായിട്ട് എന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെ താരതമ്യപ്പെടുത്താനും പറ്റില്ല. എല്ലാ എഫേർട്ടാണ് അല്ലേ. 2.5 മണിക്കൂർ നിന്ന് പടത്തില് കൊണ്ടുപോയിക്കോ. ഞാൻ സത്യം പറഞ്ഞ ചോദിക്കാറത്, നിങ്ങൾ വെറുതെ ചെയ്യുന്നതാണോ, നിങ്ങൾ ചാരിറ്റിക്കാണോ സിനിമ എടുക്കാറില്ല? ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ. ഞങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നു? നല്ല കണ്ടന്റിൽ നല്ല സിനിമ ഇറങ്ങിയ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് സമയം പോകണോണ്ട് ഒരു കുഴപ്പമില്ല. ഇത് എല്ലാ സിനിമകളും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണണം. നിങ്ങളൊരു പോപ്കോൺ വ്യൂവർ ആവണം. നിങ്ങൾ വരൂ. ആരും വന്നിരുന്നിട്ട് ഞാൻ ചാരിറ്റിക്ക് ഒരു സിനിമ എടുത്തതാണ്, സമയം കിട്ടുമ്പോൾ വേണമെങ്കിൽ വന്ന് കണ്ടാൽ മതി, ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എല്ലാവരും പറയുന്നത് എന്താ, ഫസ്റ്റ് ഡേ മുതൽ എല്ലാവരും വന്ന് കാണണം എന്നാണ് പറയുന്നത്. കാണണം, സപ്പോർട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എന്ന് പറയും. പൈസ അപ്പം അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അല്ലേ. അപ്പം ഇവിടെ അത് അങ്ങനെ ഒരു സാഹചര്യം ഇവർ ഇങ്ങനെ പറഞ്ഞും ചെയ്തു ഈ സാധനം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം കണ്ട അഭിപ്രായം പറയുന്നതിൻ്റെ എന്താ കുഴപ്പം? പക്ഷേ ഇങ്ങനെ പറയുന്ന ഒരാൾ എന്തുകൊണ്ടാണ് ഞാൻ ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് സിനിമ ചെയ്തതെന്ന് പറഞ്ഞാൽ അഖിൽമാരാറിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ചാരിറ്റിക്ക് വേണ്ടി അഖിൽമാരാർ സിനിമ ചെയ്തു എന്ന് പറഞ്ഞ ആസ്പെക്റ്റിനെ ഞാൻ ചാരിറ്റി ചെയ്ത് അഖിൽമാരാറിന് പറ്റിയെന്നല്ല പറഞ്ഞത്. അഖിൽമാരാർ എന്ന് പറഞ്ഞ വ്യക്തി ആ സിനിമയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഇവർ അഖിൽമാരാറിനെ കൺവിൻസ് ചെയ്തൊരു രീതിയുണ്ട്. അതായത് അഖിലിനെ കൊണ്ടുവരുന്നു, ആ സിനിമയുടെ സെറ്റും സാധനങ്ങളൊക്കെ ഒന്ന് ആദ്യം കാണിച്ചു കൊടുക്കുന്നു, അതിൻ്റെ ബിഹൈൻഡിൽ പണിയെടുത്തവരുടെ പരിപാടികൾ കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ സിനിമയുടെ എഡിറ്റ്സ്, സിനിമ ഉണ്ടാക്കി വന്നപ്പോൾ അതിൻ്റെ ഫൈനൽ കട്ട്, ഇതിലൊക്കെ അഖിലിനെ അവർ കൺവിൻസ് ചെയ്തൊരു രീതിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പെർട്ടിക്കുലർ സിനിമയുടെ ഒരു വ്യക്തിയെ മാത്രം എടുത്ത് വിമർശിച്ചത്. അഖിലിനോട് ഞാൻ ഈ സമയത്ത് സംസാരിക്കുന്നുണ്ട്, അഭിഷേകിനോടും ഞാൻ സംസാരിക്കുന്നുണ്ട്. ആദ്യം മുതലേ ഈ സിനിമയിൽ നടക്കുന്ന ഫ്ലോസ് അഭിഷേക് എനിക്ക് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഒരിടയ്ക്ക് ഞാൻ അഖിലിനോട് സംസാരിച്ച സമയത്ത് അഖിലും എനിക്ക് പറഞ്ഞു തന്നു. അപ്പം ഇതിലൊന്നും ഈ ചാരിറ്റി എലമെന്റ് ഇല്ല എന്ന്. അതുകൊണ്ട് എനിക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആണ് കാര്യം. അതായത് ഈ സിനിമയുടെ ചാരിറ്റി ആസ്പെക്റ്റിനെ കുറിച്ച് ഞാൻ അറിയുന്നത്
അഖിലി പറയുമ്പോഴാണ്. ഓക്കെ. അല്ല പക്ഷെ പലപ്പോഴും വെച്ചാൽ ഇപ്പോൾ സായി പറയുന്ന ഒരു മൂവിയുടെ റിവ്യൂവിനെ അത് പരോക്ഷമായി തന്നെ ചിലപ്പോൾ പലപ്പോഴും വിമർശിക്കേണ്ടി വരുന്ന സമയത്ത് അതിൻ്റെ വാക്കുകൾ പോലും ഭയങ്കര കട്ടികൾ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ടായിരിക്കാം, വ്യക്തികളെ നോക്കാറില്ല. ആ സിനിമ ഞാൻ നിരൂപനാണെന്നുള്ള രീതിയിലേക്ക് നമ്മൾ സംസാരിക്കാറുണ്ടാവുക. ഇപ്പോൾ അഖിലിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം നടന്നത് എന്നുള്ളത് അഖിലിനോട് സംസാരിച്ചതിന് ശേഷം സംസാരിക്കാൻ വരുന്നു പറഞ്ഞു. ഈ എന്തുകൊണ്ടാണ് എല്ലായ്പ്പോഴും അത് സംഭവിക്കാറുള്ളത്? ചിലപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുന്ന ആക്ടേഴ്സ് ചിലപ്പോൾ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ വ്യക്തി താല്പര്യമുണ്ടായിരിക്കും, സൗഹൃദങ്ങളും സിനിമ സംഭവിച്ചിട്ടുണ്ടായിരിക്കും, ഈ പറഞ്ഞ മാതിരി ഒരു എയിം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ശരിക്കും ഇത് എല്ലായിടത്തും ഇത് സാധ്യതയില്ലേ? എന്തുകൊണ്ടാണ് അഖിലിൻ്റെ കാര്യത്തിൽ ഒരു സപ്പോർട്ടും മറ്റുള്ള അത് സ്ഥിരം സിനിമ ചെയ്യുന്ന ഒരാളെ സാഹചര്യം അത് വരില്ല എന്ന് എനിക്ക് തോന്നുന്നത്. റെഗുലർ ബേസിസിൽ സിനിമ ചെയ്യുന്ന ഒരാൾ ഇപ്പോൾ ഒരു കൊല്ലത്തിൽ തന്നെ 2, 3, 4 സിനിമ ചെയ്യുന്ന ഒരാൾക്ക് ഈ കമ്മിറ്റ്മെൻ്റ് ആവശ്യമില്ല. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കമ്മിറ്റ് ചെയ്ത് സിനിമ ചെയ്യുന്ന ആരാ? 1, 2 സിനിമ എപ്പോഴെങ്കിലും കിട്ടിയിട്ട് പോകുന്ന ഒരാളാണ് ചിലപ്പോൾ സുഹൃത്ബന്ധത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ മുകളിലോ ഒക്കെ ചെയ്തിട്ട് പോകുന്നത്. ഇപ്പോൾ ആസിഫ് അലിക്ക് ഒരാളോട് ഒരു കമ്മിറ്റ്മെൻറ്റിൽ സിനിമ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ? ഇല്ല. അയാളുടെ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ലാലേട്ടനോ മമ്മൂട്ടിക്കോ ചിലപ്പോൾ എന്ത് വേണം, കമ്മിറ്റ്മെൻറ്റിൽ ചെയ്യാം. കാരണം അവർ അവരവരുടെ ലൈഫിൽ അച്ചീവ്ഡ് സ്റ്റേജിലാണ്. പഴയ ബന്ധങ്ങളുടെ മുകളിലൊക്കെ ചിലപ്പോൾ അവരിപ്പോൾ കോംപ്രമൈസിന് റെഡി ആയിരിക്കും. കുഴപ്പമില്ലാന്ന് വിചാരിച്ചവർ ചെയ്യുന്നുണ്ടാവും. കാരണം അവരായി നേടാലോ നേടി, ഇനി അവർക്ക് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെ ചിലപ്പോൾ വരാം. അതായത് ഇപ്പോൾ പ്രൈം സ്റ്റേജിൽ നിൽക്കുന്ന ആരും അതിന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ അവർ വേറെ ലാംഗ്വേജ് പോകുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അങ്ങനത്തെ ഒരു കോംപ്രമൈസിന് ചിലപ്പോൾ റെഡി ആയിരിക്കും. അല്ലാതെ മലയാളത്തിലൊന്നും അങ്ങനെ ആരും റെഗുലർ ബേസിസിൽ സിനിമ ചെയ്യുന്നവർക്ക് ആവശ്യമില്ല. അപ്പം അഖിലിൻ്റെ കേസിൽ ഞാൻ നോക്കുമ്പോൾ എന്താ കണ്ടേ, അഖിൽ പോയിട്ടൊരു സിനിമയ്ക്ക് കമ്മിറ്റായി. അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഈ ചാരിറ്റി ആസ്പെക്ട് അഖിൽ പറയുമ്പോഴാണ് ഞാൻ അറിയണേ. അതിൻ്റെ മുന്നേ എനിക്ക് ഈ സിനിമയുടെ വിഷയങ്ങൾ അറിയാം. എനിക്ക് ഈ സിനിമയിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളും എല്ലാ സംഗതികളും എനിക്ക് ഈ പ്രൊഡക്ഷൻ ഈ പ്രൊഡ്യൂസ് ചെയ്ത വ്യക്തി തന്നെ ഞാൻ പറഞ്ഞു വന്ന എൻ്റെ റിലേറ്റീവാണ്. അപ്പം എനിക്ക് ഈ സാധനങ്ങൾ മൊത്തത്തിൽ എന്ത് ചെയ്യാം, ഇത് അറിഞ്ഞു ഞാൻ റീസെൻ്റ്ലി കേട്ടോ, വേറെ കാര്യം. പക്ഷേ അഭിഷേക് ഓരോ കാര്യങ്ങളും എന്നോട് പറയാറുണ്ടായിരുന്നു. എടാ ഇതിന് ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇത് ഇറങ്ങാൻ പറ്റുന്നില്ല, ഇത് അപ്പം ഇന്നെ പുറത്താക്കി, ഇന്നെ പോസ്റ്ററിന്ന് തട്ടി. അപ്പം ഞാൻ ഇത് എൻ്റെ സിനിമേനല്ലേ. അപ്പം ഞാൻ കേൾക്കുന്നത് ഈ സിനിമയായിട്ട് ഫുള്ള് വിഷയങ്ങളാണ് കേൾക്കുന്നത്. അപ്പം അന്ന് മുതലുള്ളൊരു ഓഡിറ്റിൻ്റെ കയ്യിലുണ്ട്. അപ്പം അഖിലിൻ്റെ സൈഡിൽ നിന്നും അഭിഷേകിൻ്റെ സൈഡിൽ നിന്നും ഇനഫ് ഇൻപുട്സ് അന്ന് മുതലേ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഓരോ കോൾ റെക്കോർഡ്, ഇപ്പോൾ അഖിൽമാരാർ പുറത്തു വിട്ട കോൾ റെക്കോർഡിനകത്ത് ഈ ഒരു ചാരിറ്റി എലമെൻ്റ് അല്ലല്ലോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്നത്. ആണോ? ഏതിലേ? അതെ, പുറത്ത് വെച്ചാൽ സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുള്ളതിന് എനിക്കൊരു കാരണം ഉണ്ടായിരുന്നത് അവരുടെ സൈഡായിട്ട് തന്നെ പറയുന്നതാണ് പറഞ്ഞത്. പക്ഷെ അവരുടെ സൈഡിൽ നിന്ന് എന്താണെന്നുള്ള രീതിയിലേക്ക് പറഞ്ഞില്ല. അവർ പറയുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മനസ്സിലായിടത്തോളം അഖിലിൻ്റെ ഭാഗത്തൊരു 75% അഖിലിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അയാളൊരു ഫിലിം മേക്കറാണ്. അയാൾക്ക് ഇത് അറിയേണ്ട ഒരു സാധനമായിരുന്നു. പക്ഷെ അത് അയാളെ പൊക്കിപ്പിടിച്ച് അവിടെ ഞാൻ പറഞ്ഞ സിനിമയിൽ തന്നെ ഏറ്റവും വലിയ കുറുക്കന്മാർ ശരിക്കും ഡയറക്ടേഴ്സോ പ്രൊഡ്യൂസേഴ്സോ അഭിനയിക്കുന്നവരല്ല, ബാക്കി ടീംസാണ്, കൺട്രോളർമാരാണ് അതിൻ്റെ മെയിൻ കളി കളിക്കുന്നത്. അവരാണ് കളിക്കുന്നത്. അവർ കളിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആരും മോട്ടറാവും, വന്ന് 4 ഡയലോഗ് പറയാ, നീ പൊളിയാ സൂപ്പറാ കയറിപ്പോ. ഈ സിനിമയ്ക്ക് സത്യം പറഞ്ഞാൽ അവിടെയാണ് കളി നടന്നേ. അതാ അഖിലിൻ്റെ സ്റ്റോറി കേട്ടപ്പോൾ തന്നെ ഞാൻ അതിന് ഞെട്ടിപ്പോയി. ഇത്രയും ബുദ്ധിമാനായി ഇയാൾ ആര് പറ്റിച്ച്, ഇതെവിടെ പോയി വീണ്. അങ്ങനെ ശരിക്കും റിവ്യൂ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ ഒരു സത്യാവസ്ഥ അറിഞ്ഞിട്ട് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയില്ലായിരുന്നു. വേറെ കാര്യത്തിലുണ്ടായിട്ടുണ്ടോ? ഏയ് ഇല്ല, അങ്ങനത്തെ റിഗ്രറ്റ്സ് ഒന്നും എനിക്കില്ല. ഈ മറ്റേ സിനിമ കണ്ടിട്ട് തന്നെ കുറെ ആൾക്കാർ പറഞ്ഞു, മറ്റേ ബാഡ് ബോയ്സ് ഒമർ ലുലുവിന്റെ, ഞാൻ പറഞ്ഞു മടുത്ത്. എല്ലാവരും പറയുന്നത് എന്നോട്, സത്യം പറടാ അനക്ക് ഒമർ ലുലുവിനെ അറിയണോണ്ടല്ലടാ പറയാം. ഞാൻ അന്ന് ആരോട് പറഞ്ഞ് മനസ്സിലാക്കാനാ? ഞാൻ പറയുന്നുണ്ട് ഇവരോട്, ഞാൻ തിരുവനന്തപുരം ലുലു മാളിൽ ക്രിക്കറ്റിന് ആ സമയത്താണ് പോയി കാണുന്നത്. ഞാൻ കാണുമ്പോൾ തിയേറ്ററിലുള്ളവരൊക്കെ പെരും ചിരി, ഒടുക്കത്തെ ചിരി. ഞാൻ മാത്രം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാനും ചിരിക്കാൻ. അതായത് നമ്മൾ അതായത് ചില സമയത്ത് നമുക്ക് തോന്നും ഒരു കാട്ടവരാഗത്തിന് കയറി നമ്മളത് എൻജോയ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ പിന്നെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ ട്രൂ ആയിട്ട് പറയണ്ടേ. അപ്പം ഞാൻ ആ റിവ്യൂവിൽ പറയുന്നുണ്ട്, എല്ലാവരും ചിരിക്കുന്നുണ്ട്, ഞാനും ചിരി തുടങ്ങി. പിന്നെ ഞാൻ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ചിലപ്പോൾ മേ ബി ഫാമിലീസ് ഏറ്റെടുക്കാം. നമ്മളതും കൂടി ആലോചിക്കണമല്ലോ. അല്ലാതെ പോയി പറഞ്ഞിട്ട് കാര്യം. അതിന് പൊന്മാൻ ഒട്ടും കണക്റ്റ് ആയില്ല ഞങ്ങൾക്ക്. എനിക്ക് ചിത്തുബായിക്കൊന്നും ഒരു കാരണവശാലും കണക്റ്റ് ആവണില്ല. ഇതെന്ത് സിനിമ? ഞാൻ നോക്കുമ്പോൾ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് റിവ്യൂ ഈസ് ലൈക്ക് എന്താ പറയുക, എൻ്റെ വെരി പേഴ്സണൽ പെർസ്പെക്റ്റീവ് ആണ്. ശരിക്കും മൂവി റിവ്യൂസ് എന്ന് പറയുന്ന സമയത്ത് പൊതുവെ അടച്ചാക്ഷേപിക്കുക ചെയ്യുക ശരിക്കും അല്ല. ഇപ്പോൾ കോക്കാണെങ്കിലും മുണ്ടിയാണെങ്കിലും സായി ആണെങ്കിലും ഒക്കെ അടച്ചാക്ഷേപിക്കലാണ് കൂടുതൽ കാണാറുള്ളത്. ഈ ഇതേ ഫിലിം മേക്കേഴ്സ് തന്നെ നിങ്ങൾ അതിൻ്റെ അപ്പുറത്ത് വെച്ച് പോസിറ്റീവായിട്ടും പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ എടുത്ത ഈ പോസിറ്റീവ് കട്ട്സിനെ ഭയങ്കരമായിട്ട് ഇവരെ PR-ന് വേണ്ടിയിട്ട് ആഘോഷിക്കപ്പെടാനും ചെയ്യാറുണ്ട്.
ഇരട്ടത്താപ്പിനോട് എന്താ അഭിപ്രായം? അല്ലാതെ അവരെ ഇരട്ടത്താപ്പിനുള്ള മറുപടി സിറ്റുവേഷൻ ഉണ്ടാവും. കാരണം ഇപ്പം നമ്മളോട് വെരി പേഴ്സണലി വിളിച്ച് സംസാരിക്കുന്ന ഫിലിം മേക്കേഴ്സിന് എനിക്കറിയാം, ഇഷ്ടംപോലെ ആൾക്കാർ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പും ഇറങ്ങി കഴിഞ്ഞിട്ടും നെക്സ്റ്റ് പ്രൊജക്റ്റ് വരുന്നതിനെ കുറിച്ചിട്ടും ഹെൽത്തി ആയ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന എല്ലാവരും ഉണ്ട്. അത് അവർക്ക് പുറത്ത് പറയാൻ പറ്റില്ല. അവർ പുറത്ത് പറയുന്നും ഉണ്ടാവില്ല, അവർ പറയൂല്ലോ ഒരിക്കലും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കെന്താ, നമ്മളതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നില്ല എന്നുള്ള ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ. നമ്മളവർ വിളിക്കും, വർത്താനം പറയും, കഴിയും. നമുക്കറിയാം നമ്മളവർ യൂസ് ചെയ്യും, അവർക്ക് വിചാരം നമ്മളെ യൂസ് ചെയ്യാമെന്ന്. അപ്പം ആ മീറ്ററിൽ നമ്മൾ നിന്നോ. ശരി, അങ്ങനെ ഉപയോഗിക്കപ്പെടാനുള്ള പല സാധ്യതകളുണ്ട്. അത്തരത്തിൽ ഫിലിം മേക്കേഴ്സോ പ്രൊഡ്യൂസേഴ്സോ ആരെങ്കിലും വിളിച്ച് പണമായി സ്വാധീനിച്ചിട്ടുണ്ടോ? നല്ലത് ഇഷ്ടംപോലെ സ്വാധീനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൈസ നന്നായി ഓഫർ ചെയ്യും. ഉണ്ട്, നമുക്കങ്ങ് കയറ്റി പിടിക്കാൻ പറ്റും അല്ലേ? എന്താ പ്രശ്നം എന്ന് പറയുക, ഒരു വട്ടം നമ്മളതിൽ പോയി പെട്ട് കഴിഞ്ഞാൽ പിന്നെ എത്തിക്സ് ഇല്ല അതിനകത്ത്. ഓക്കെ, പിന്നെ പറയുന്നതിൽ നമ്മളോട്, അതായത് ആദ്യമൊക്കെ എന്താ പറയുക അറിയോ ബ്രോ, ആദ്യത്തെ ദിവസം റിവ്യൂ പറഞ്ഞാൽ എത്ര തരാം അങ്ങനെയായിരുന്നു ഫസ്റ്റ് ചോദ്യം. അപ്പോൾ പറയും ഇല്ല ബ്രോ ഞാൻ പൈസക്ക് ചെയ്യാറില്ല. പിന്നെ പറയും ടിക്കറ്റ് എടുത്തരട്ടെ, വേണ്ട ഞാൻ എൻ്റെ പൈസക്ക് ഞാൻ എടുത്തുകൊണ്ട് ടിക്കറ്റ് ഞാൻ കണ്ടുകൊണ്ട്. പിന്നെ റൂട്ട് മാറ്റി, ട്രെയിലർ ഡീകോഡിങ് പറ്റുമോ? ഇല്ല ട്രെയിലർ ഡീകോഡിങ് പറ്റില്ല. ഇതിൽ തന്നെ കുറെ ഓപ്ഷൻസ് ആയില്ലേ, നമ്മൾക്ക് കാർഡ് കൊടുക്കാം അല്ലേ? ട്രെയിലർ ഡീകോഡിങ്, പോസ്റ്റർ ലോഞ്ച്, സ്റ്റോറി ഇട്ടിട്ട് സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ്, പോസ്റ്റർ ലോഞ്ച്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം അടുത്തൊരു സാധനം വന്നെനിക്ക്. ഞാൻ സാധാരണ യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ ഏതെങ്കിലുമൊക്കെ ട്രെയിലറിൻ്റെ അടിയിൽ പോയി കമൻറ്റ് ഇടും. എൻ്റെ സ്ഥിരം പരിപാടി, ഞാൻ കമൻറ്റ് ഇടും, ഞാൻ നല്ല കമൻറ്റുകൾ ചെയ്യാൻ. ഞാൻ നോക്കുമ്പോൾ എനിക്കൊരു പ്രൊഡക്ഷൻ ടീം വിളിച്ചിട്ട് സായി ഒന്നും ഇടണ്ട, ജസ്റ്റ് പുട്ടേ വാവ്, ഒരു തീ വിട്ടാൽ മതി. ഞാൻ ജസ്റ്റ് പുട്ടേ വാവ്, ഒരു വാവും തീ വിട്ടാൽ നിങ്ങൾ പൈസ ഇരുന്ന് പറയുന്നത് മതി മതി അത് മതി അത് മതി. പൊന്നളിയാ, ഞാൻ വേറെ എന്തെങ്കിലും ഇടും. ഇതിപ്പോ എൻക്വയറി വന്ന സുഖ, നിങ്ങൾ വാട്സാപ്പ് നമ്പർ വരും, ഞാൻ ബ്രൗഷർ അയച്ചു കാറ്റലോഗിൽ അതിന്റെ കാറ്റഗറി അല്ലേ, പ്രൊമോഷൻ ഇത്ര ചാർജ്. ഞാൻ പറയട്ടെ, നമ്മളെ ഇടയിൽ ചെയ്യുന്നവരുണ്ട് കേട്ടോ, ഇല്ലാന്ന് പറയുന്നില്ല. അതായത് ഒരു സിനിമയുടെ പ്രൊമോഷൻ മെറ്റീരിയൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോഷൻ പോലെ തന്നെ ചെയ്യുന്ന ആളുകളുണ്ട്, അതിന് പേയ്മെന്റ് വാങ്ങുന്നവരും ഉണ്ട്. അതില്ലാന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. അത് കണ്ടോണ്ടായിരിക്കുമല്ലോ നമ്മളെ വിളിക്കുന്നത്. ഈ റിവ്യൂ ചെയ്യുന്ന ആൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ നടന്മാരെ വരെ റിവ്യൂ ചെയ്യും എന്നുള്ള സാധ്യത ഉണ്ട്, ഞാൻ ചെയ്യാൻ തയ്യാറല്ല എന്ന് പറയുമ്പോഴും ഇൻഡസ്ട്രിക്ക് അകത്തു നിന്നും പുറത്തുനിന്നും കേൾക്കുന്നത് സായി വലിയ ചിത്രങ്ങളുടെ ഭാഗമാവുന്നു എന്നുള്ള വാർത്തയാണ്. എന്താണ് യാഥാർത്ഥ്യം? അല്ല, ഞാൻ ഒരു കാര്യമുണ്ട്, എന്നെ വിളിച്ചിട്ടുണ്ട്, എന്നെ പലപ്പോഴും വിളിക്കാറുമുണ്ട്. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചിട്ടൊന്നും തേച്ച് വിടാനായിരിക്കും. ഓക്കെ, അതായത് നമ്മളുടെ ക്യാരക്ടറിനെ അതിലോട്ട് അങ്ങനെ തന്നെ അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളെ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ നെഗ് ആവും എന്നുള്ളതിൽ എന്തായാലും ഉറപ്പാണ്, ട്രോള് മതി അങ്ങനെ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവനെ കൊണ്ടുവന്ന് ഇവനെ ഒന്ന് അറിയിക്കണം എന്താ സിനിമ എന്നുള്ളത്. അവിടെ ഇട്ടിട്ട് നമ്മളൊന്ന്, ഞാൻ സപ്പോസ് ഞാൻ ഒരു സിറ്റുവേഷൻ പറയാം, ഞാൻ ഏതെങ്കിലും ഒരു ഷൂട്ടിങ്ങിന് പോയി, ഞാൻ അഭിനയിക്കുമ്പോൾ എന്തെങ്കിലും പാളി, ഡയറക്ടർ അവിടെ നിന്ന് മാപ്പൂന്ന് ഫിറ്റ് ആക്കിയിട്ട് മൈക്കിൽ വിളിച്ചാൽ ഞാൻ പെട്ടില്ലേ, അത്രയും ആളെ മുന്നിൽ ഞാൻ തീർന്നല്ലോ. ചിലപ്പോൾ അങ്ങനെ കരുതി കൂട്ടി വിളിച്ചു കൊണ്ടുവരുന്നവരും ഉണ്ടാവും, ദേഷ്യം മനസ്സിൽ വെച്ചിട്ട്. പല സിറ്റുവേഷനിൽ ഈ സാധനം വരാം, പക വീട്ടാനുള്ളതാണ്, പല സാധനങ്ങളും വരാം. ഇനി അതല്ല, പക്ഷെ സായിലൊരു നടനുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് വിളിക്കുന്നതാണെങ്കിലോ, ഇപ്പൊ ഒരു പലതരം കാണുന്നു, വേർഷൻസ് കാണുന്നു, യൂട്യൂബിൽ കാണുന്നു, BBയിൽ കാണുന്നു, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കാണുന്നു അല്ലേ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു ആക്ടർ ഉണ്ട്, അപ്പോൾ അപ്പിയറൻസ് സ്വന്തമായിട്ട് ഒരു സാധനം എടുക്കുന്നുണ്ട്, സിനിമയല്ല, ഒരു വെബ് സീരീസ് പോലത്തെ പരിപാടി. അടിപൊളി. അത് എന്താ ബാനർ, എന്താ ശരിക്കും ബാനർ? ഞങ്ങൾ തന്നെ ബാനർ, പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, നമ്മൾ തന്നെ ഫിലിം മേക്കേഴ്സ്, നമ്മൾ തന്നെ അഭിനയിക്കുന്നത്. ഞങ്ങൾ പോയാൽ ഞങ്ങളെ കാശ് പോകും, കിട്ടണെങ്കിൽ മറ്റേ സെറ്റപ്പാണ്. ഞാനും അപ്പം തമ്പുരാനും സുഭദ്രയും പോലെ മാത്രമാണ്, വേറെ ആരും അതിനകത്ത് ഞങ്ങൾ. ഇത് നമ്മുടെ ഉള്ളിലെ നടൻ എന്നുള്ള ഫിലിം മേക്കർ എന്നുള്ള ആഗ്രഹം സാഫലീകരിക്കാനാണോ, അല്ലെങ്കിൽ ഇത് നമുക്കും പറ്റുന്ന പണിയാണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാനാണോ? എനിക്ക് സിനിമയിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള പരിപാടി പ്രൊഫഷണലാണ്. അത് പൈസ കിട്ടും, സത്യം. അവിടെ പണ്ടത്തെ മറ്റേ ബിസിനസ് മൈൻഡ് അല്ല, സത്യം. ഞാൻ നോക്കുമ്പോൾ എന്താ അറിയോ, നല്ലൊരു പ്രൊഡ്യൂസറായ നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റെസ്പെക്റ്റ് ഒക്കെ കിട്ടി, കാശൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ നടക്കാം. ഓക്കെ, ഇതിൽ കുഴപ്പമൊന്നുമില്ല. 2 സിനിമ പൊട്ടിയാലും 3ാമത്തേൽ ക്ലിക്കാവാം. പക്ഷെ അത്തരത്തിലൊരു സ്പോർട്സ് മൂവിയുടെ ഭാഗമായിട്ട് കേട്ടിരുന്ന അതിന്റെ ഓഡീഷൻസ് വീഡിയോസ് ഒക്കെ ആണ്. അത് കേരള ഇൻഫ്ലുവൻസേഴ്സ് അതിന്റെ സെക്രട്ടറി ഞാനായതുകൊണ്ട് പിന്നെ ഞാൻ അതിന് മുന്നിൽ നിന്നേ പറ്റൂ. നാളെ സെക്രട്ടറി മാറിയാൽ അതും മാറും. സെക്രട്ടറിമാരെ കഴിഞ്ഞാൽ നായകനും മാറും. അങ്ങനെയാണ്. സെക്രട്ടറി ഉണ്ടെങ്കിൽ നായക സ്ഥാനം ഉണ്ടെന്ന് ലീഡ് അങ്ങനെ ഇല്ല. എന്താ ശരിക്കും അതിന്റെ ഒരു തുടർച്ച എന്താണ്? ഞാനാണ് അതിന്റെ ബേസിക് പ്രശ്നം. അവിടെ എല്ലാം റെഡിയാ, കഥ എനിക്ക് സമാധാനമാവണില്ല. കാരണം ഈ കിക്കിനകത്ത് തന്നെ മൂവി റിവ്യൂ ചെയ്യുന്ന, ഇപ്പം ഞാനാണെങ്കിലും കോക്കാണെങ്കിലും ഉണ്ണിയാണെങ്കിലും FRK കുറേ പേരുണ്ട്. ഷഹാസ് ഇതെങ്ങാൻ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ
അവസ്ഥ. ഞാൻ കഥ കേൾക്കും, എനിക്ക് കഥ പൊളിക്കണം, കഥ കേൾക്കും, എനിക്ക് കഥ പൊളിക്കണം, സംതൃപ്തി വരുന്നില്ല, സമാധാനമാവണില്ല. പിന്നെ ഉണ്ടല്ലോ ഒരു സിനിമയ്ക്ക് എത്ര കൊല്ലം എടുക്കാമല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ സാധനം ഉണ്ടല്ലോ, ഒരു സിനിമയ്ക്ക് എത്ര കൊല്ലം എടുക്കാം. അതുകൊണ്ടാണ് ഈ സമാധാനം, കഥയിലൊരു സമാധാനം ആവാതെ പരിപാടി മുന്നോട്ട് പോയില്ല. പൊളിച്ചെഴുതലുകൾ നടക്കുകയാണ്. പിന്നെ ഉണ്ട്, എഴുതി കിട്ടണില്ല എന്നുള്ളൂ, എഴുതി കിട്ടിയിട്ടില്ല. ഈ നിന്ന് അത്തരത്തിലുള്ള സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സായി എക്സ്പെക്ട് ചെയ്യുന്ന റിവ്യൂ ആരുടെ സൈഡിൽ നിന്നാണ്? ഇപ്പോൾ കോക്ക്, ഉണ്ണി അവരെ പോലുള്ളവരാണോ, അല്ലെങ്കിൽ മലയാളത്തിൽ ബാക്കി ആക്ടേഴ്സിന്റെ ഉണ്ണി മോഹന്തനോ അല്ലെങ്കിൽ ബാക്കി അസുവരവരൊക്കെ ഒരു റിവ്യൂ ചെയ്യണം? ആരുടെ കുറച്ചുകൂടെ എക്സൈറ്റ് ചെയ്യിക്കുക? ഈ ഉണ്ണിമുന്തന്റെ സാധനം ഞാൻ ക്ലിയർ ചെയ്യാം. ഈ ചെങ്ങായി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അയാളിപ്പോൾ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അയാൾ എനിക്ക് തോന്നുന്നുണ്ട് അയാളെ എക്സിസ്റ്റൻസ് തന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള എല്ലാവരും കൂടി തലക്കടിച്ചിരുത്തിക്കുക. അയാൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അയാൾ ചെയ്യും തോന്നുന്നില്ല. പിന്നെ കോക്ക് ചെയ്യും, ഓബിയസ്ലി ഉണ്ണിയും ചെയ്യും, അങ്ങനെ ആരും ചെയ്യാതിരിക്കുന്നില്ല. ഷാസും ചെയ്യും, കൂട്ടത്തിൽ ഷാസായിരിക്കും ചിലപ്പോൾ മിതമായിട്ട് പിടിക്കുക. കോക്കൊന്നും അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല, ചെയ്യും. ഞാൻ ഒമർലുല്ലല്ലോ, അപ്പോൾ ചെയ്യും. അങ്ങനെ അതാണോ മറ്റേ ബെഞ്ച് മാർക്ക് അവിടെയാണോ? ചുമ്മാ ചെയ്യും, ചെയ്യാതിരിക്കുന്നില്ല. ഇതിപ്പോ മറ്റേ വിക്കിനെ പറഞ്ഞ പോലെ, വിക്കി രാവിലെ വിളിക്കും, അണ്ണാ ഞാൻ യൂണിവേഴ്സിൽ പോയി അളിയാ, എനിക്ക് എന്തെങ്കിലും ഇട്ട് തിന്നാന്ന് പറയും. ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ടാവും കാർ കയറണം. ഡിക്കി തന്നെ ഇപ്പൊ ഈ അടുത്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു, നീ കാറിലിരുന്നാൽ മതി, നീ പുറത്തിറക്കരുത്. ഞാൻ ആലോചിക്കും അന്യൻ അമ്പിറാമോ. എനിക്ക് നേരത്തെ ആ ചോദ്യങ്ങളിലെ ഒന്നുകൂടി കൂട്ടിച്ചേർക്കണം. പുള്ളിയിലെ നടനെ തിരിച്ചറിഞ്ഞ് ശരിക്കും ഇപ്പോഴല്ല, ഈ പണ്ടത്തെ വീഡിയോകൾ കുറെ കിടന്നിട്ട് ശരിക്കും അഭിനയമോഹമായിരുന്നില്ലേ ക്രിക്കറ്റിനൊപ്പം ഇഷ്ടം അല്ലേ? അല്ല, അന്നും പൈസ ഉണ്ടാക്കണം, അഭിനയിച്ച് പൈസ ഉണ്ടാക്കാനാണ്. ക്രിക്കറ്റ് ഇഷ്ടം അങ്ങനെ തന്നെയാണോ? ക്രിക്കറ്റ് ഈസ് എ പാഷൻ ആണ്, സിനിമ അങ്ങനെയല്ല. സിനിമ അന്ന് അഭിനയിച്ചിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ പൈസ ഉണ്ടാക്കും. ഈ പണ്ടൊന്നുണ്ട് നമ്മൾ എന്തിനേലും ശ്രമിച്ചിട്ട് കിട്ടാതെ അതിന്റെ ഫസ്റ്റ് സ്റ്റേഷനിൽ എന്ന് ഇവരെ കംപ്ലീറ്റ് അങ്ങ് അടച്ചാക്ഷേപിക്കുക എന്നുള്ളത്. അങ്ങനെ റിവ്യൂവർ ആയതാണോ? അങ്ങനെയല്ല. ഒന്നാമത് പറഞ്ഞാൽ ഞാൻ പണ്ട് ഏട്ടന്മാരിനെ തിയേറ്ററിൽ കൊണ്ടുപോകും, സിനിമ കാണിക്കും. ഞാൻ കാണുന്നു, കേൾക്കുന്നു, ഇവർ വട്ടം കൂടിയിരുന്ന് ക്രിക്കറ്റ് കളിക്കാൻ വരുന്നതിന് മുന്നേ സിനിമയെ കുറിച്ച് ഇങ്ങനെ പറയും. നല്ലതാണെങ്കിൽ നല്ലത് പറയും, മോശമാണെങ്കിൽ മോശം പറയും. അപ്പം ഞാൻ യൂട്യൂബിലൊക്കെ വന്നപ്പോൾ എന്നാ പിന്നെ ഇതിവിടെ പറയാം. പണ്ടേ പറഞ്ഞിട്ടുള്ള ശീലമാണ് നമുക്ക്, പണ്ടേ സിനിമ കണ്ടിട്ടുള്ള ശീലമാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ പിന്നെ ഏട്ടന്മാർക്ക് പണ്ട് മറ്റേ സി ഡി കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരിതിൻ്റെ മരങ്ങളാണ് സിനിമ. ഒന്ന് ആലോചിക്കണം, സി ഡി കട സ്വന്തമായിട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇവരെന്ത് ഭ്രാന്തന്മാരാന്നുണ്ട്. ഇവരോടേക്ക് ദേഷ്യമുണ്ട്. പണ്ട് ബോയ്സിന്റെ ബോയ്സിന്റെ സി ഡിക്ക് തന്നില്ല, അതിൽ മറ്റേ സീൻ ഉണ്ട് പറഞ്ഞിട്ട് ആകെ താണ്ഡവത്തിനും ഉണ്ടോ ഇപ്പൊ കണ്ണു കുത്തിച്ച്. ഇത് കാണരുത് പറഞ്ഞ പിന്നെ കാണാനുള്ള തുറ കൂടും. പിന്നെ അപ്പൊ സിനിമ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഇവര്. അപ്പൊ ഞാനായി പിന്നെ അങ്ങനെ പിന്നെ ഞാനും സ്കൂളിൽ നിന്നൊക്കെ സിനിമ കാണാൻ തുടങ്ങി. സിനിമ ബേസിക്കലി അന്ന് മുതലേ ഉള്ള ഒരു ഐറ്റം. പിന്നെ ഇപ്പം ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിയോണ്ട് പിന്നെ അങ്ങനെ ചെയ്തിട്ട് പോകണമെന്നുള്ള പരിപാടിയാണ്. ഇപ്പോൾ സിനിമയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ കിട്ടാൻ പറ്റുന്ന, മലയാളത്തിന് ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്ന പുരസ്കാരം ലാലേട്ടന് കിട്ടിയിരിക്കുന്ന സമയം കൂടിയാണ്. ലാലേട്ടന് കിട്ടുന്നതിന് ബഹുമതിനെ കുറിച്ചിട്ട് അഭിമാനിക്കുന്നതിൻ്റെ അപ്പുറത്ത് തന്നെ ഇതിനെ കുറച്ചുകൂടി രാഷ്ട്രീയവൽക്കരിച്ചിട്ട് കൂടി അതിൻ്റെ ഒപ്പം പരാമർശങ്ങൾ വരുന്നുണ്ട്. എങ്ങനെ നോക്കി കാണുന്നത്? എന്തെടുത്താലും പൊളിറ്റിക്സോ ഇങ്ങനെ. ഇപ്പം ഞാൻ പറയട്ടെ, ലാലേട്ടന് ഒന്നും ചെയ്യാതിരുന്നുകൊണ്ട് കൊടുത്തു എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ അവിടെ ചില അവാർഡുകളുണ്ട്, പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, ഒരു രീതിയിലുള്ള ഇൻപുട്ടും ഉണ്ടാവില്ല, അയാൾക്ക് അതിനുള്ള ഒരു അർഹതയും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് കിട്ടുമ്പോൾ പറയുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടെന്ന് വിചാരിക്കും. മോഹൻലാലിനെ പോലുള്ളൊരു നടനൊരു അവാർഡ്, ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു അവാർഡ് കിട്ടുമ്പോൾ അല്ലല്ല ഇതിൽ രാഷ്ട്രീയം ഉണ്ടെന്ന് പറയുമ്പോൾ പറഞ്ഞവന് ഭ്രാന്ത് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ചിലർക്ക് ആ വ്യക്തിയോടുള്ള മതപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ഉള്ള അകൽച്ച കൊണ്ടും വെറുപ്പ് കൊണ്ടും, അല്ലെങ്കിൽ ആസ് എ ഫാൻ വേറെ ആളുടെ ഫാനായിരിക്കും. അതെ അതെ അതെ, മറുപക്ഷം. ഈ കേരളത്തിൽ ഇന്നും മാറാത്ത ഭയങ്കര ഒരു സംഭവം എന്താ അറിയോ? മോഹൻലാൽ മമ്മൂട്ടി ഫ്രിക്ഷൻ. അത് ഇന്ന് വിറ്റാലും ബിസിനസ്സാണ് ആ സാധനം. എനിക്ക് മറ്റ് ഇൻഡസ്ട്രികളിൽ ഓൾറെഡി അത് മാറി, അടുത്തതിലോട്ട് മാറി. നടന്മാരെ മാറി. ഇത് ഇവിടെ ഇപ്പോഴും ആ ഈ രണ്ട് ഓപ്ഷനിലാണ് ആദ്യം തുടങ്ങി തന്നെയാണല്ലോ ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ വേറെ കാര്യമുണ്ട്, അവിടെ ഇൻഡസ്ട്രിയിൽ പിന്നെ അത് മക്കളിലേക്ക് മാറി. ഇവിടെ ഒരാളുടെ മകൻ ഭയങ്കര ആക്റ്റീവും ഒരാളുടെ മകൻ വളരെ സൈലന്റും ആണ്. ഇത് മക്കൾക്ക് മാറാനുള്ള ഓപ്ഷനും കാണുന്നില്ല. ഏട്ടന്റെ ഫാൻസിന് വേറൊരു ഏട്ടനെ കിട്ടിയതുമില്ല, ഇക്കാന്റെ ഫാൻസിന് ഇനി ഇക്കാനെ കിട്ടി വെച്ചപ്പോൾ കിട്ടും ചെയ്യും. പക്ഷെ പോയി ഇവിടെ ആകെ ഫാൻസ് അവസ്ഥയിലാണ്. പൃഥ്വിരാജിനെ ഒരു ഏട്ടനായിട്ട് ബാക്കിയുള്ള ഇൻഡസ്ട്രിയിൽ മക്കത്തായി മരുമക്കത്തായി നടക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ അല്ലേ സംഭവം ഇവിടെ ഉണ്ട് കേട്ടാ, ഇല്ലാന്ന് ഒരിക്കലും പറയില്ലേ, സംഗതി ഉണ്ട്. അല്ല, നെപ്പോ കിഡ്സ് ഉണ്ടെന്നല്ല, ഈ മാറിക്കൊടുക്കുന്ന പരിപാടികൾ അങ്ങനെ സംഭവിക്കുന്നില്ല. മറ്റു പക്ഷെ അങ്ങനെയല്ലോ, തെലുങ്കിലൊക്കെ നല്ല പോലെ നടക്കുന്നില്ലല്ലോ.
അപ്പം അതിവിടെ സംഭവിക്കുന്നില്ല എന്നുള്ള സംഭവമാണ്. ഒരു വാക്കയിൽ പറയാതെ, കാരണം വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എല്ലാവരും പറയുന്നുണ്ടല്ലോ, സംസാരിക്കുമ്പോൾ ചിലവർക്കുണ്ട്. ഇപ്പോൾ കോക്കണ പോലെ ചിലപ്പോൾ മൂവി ആയിരിക്കും പറയുക, ചിലർ രാഷ്ട്രീയം പറയും, ചിലപ്പോൾ സമകാല വിഷയം പറയും. സായി എനിക്ക് തോന്നുന്നു ഈ നിരൂപകന എന്ന രീതിയിലേക്കോ വിമർശന രീതിയിലേക്കോ സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ ഏത് വിഷയവും പറയുന്നുണ്ട്. ഞാൻ പണ്ട് മുതൽ അങ്ങനെയാണ്. എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്കൊരു സംഗതി കേട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണം. അപ്പം ഞാനായിട്ട് എന്തെങ്കിലുമൊക്കെ അത് അറിയാനുള്ള വഴി നോക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ആളോട് പോയി സംസാരിക്കും. എന്നിട്ട് കുറച്ച് ഞാൻ കേൾക്കും. എന്നിട്ട് എൻ്റെ അടുത്ത നെക്സ്റ്റ് പരിപാടി എന്താ അറിയുമോ, ഇത് അറിയാത്തൊരുത്തനോട് പോയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ എന്നോട് കുറേ ചോദ്യം ചോദിക്കും. അപ്പം ഞാൻ അവന് കുറേ പറയുമ്പോൾ എനിക്ക് ഒന്നും കൂടി ക്ലാരിറ്റി കിട്ടും. എനിക്ക് സംസാരിക്കണം, ഞാൻ അങ്ങനെ സംസാരിക്കും. ഇപ്പം പിന്നെ വിഷയം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പം അതൊരു പ്രോസസ്സ് മാതിരിയാണ്. എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായി അതിനെക്കുറിച്ച് അറിയാനുള്ള കൂടുതൽ മാർഗ്ഗങ്ങൾ കയ്യിലുണ്ട്, കൂടുതൽ നമുക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ പരിപാടികളുകൊണ്ട് കുറച്ചും കൂടി ഹാപ്പിയാണ്. യെസ്. ആൻഡ് ഈ ചെയറിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഉദ്ദേശം ആദ്യം സംസാരിക്കുന്ന വിഷയം ആക്ച്വലി ബേബി ആയിരുന്നു. വേറെ ഏതോ ലോകത്തോട് എനിക്ക് സായിയുടെ വേഷം എനിക്ക് കുറെ അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ വേറെ കാര്യം പറയാം. ഇന്റെ ഇന്റർവ്യൂ എടുക്കുന്നവരൊക്കെ അന്ന് ഹോട്ട് സീറ്റ് ഇന്റെ ഒപ്പമായിരിക്കും ഏറ്റവും വലിയ ഫ്ലോപ്പ് ഹോട്ട് സീറ്റ്. ഹോട്ടായിരുന്നില്ല, ആയി. അതായത് ഇതിലിടയ്ക്ക് കണ്ണൻ കയറി വരും, സായി കയറി വരും. പക്ഷെ ആക്ച്വലി ഈ ലൈഫ് സ്റ്റോറി ഒന്നും ഞാൻ സത്യം പറഞ്ഞില്ല ഇവിടെ ഇരിക്കുന്ന സമയത്ത് സായിയുടെ ആ ഒരു സെക്ഷനിലോട്ട് പോകാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ എവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്നേ വരെ ബി ചെന്നപ്പോ എന്റെ അച്ഛന്റെ കാര്യം പറഞ്ഞതല്ലാതെ എനിക്ക് പറയാനാണെങ്കിൽ കുറേ സാധനങ്ങളുണ്ടാവും. പക്ഷെ ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ചാനലിലും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാറില്ല. ഞാൻ എപ്പോഴെങ്കിലും ഇതേപോലെ ഒന്ന് മനസ്സ് തുറക്കുമ്പോൾ ചിലപ്പോൾ ഉള്ളിലെ സാധനങ്ങൾ പുറത്ത് ചാടുന്നല്ലാതെ എനിക്ക് അത് പുറത്ത് കൊണ്ടുവരാൻ ഇല്ല. പക്ഷെ അതുകൊണ്ടാണ് അതങ്ങനെ വന്ന് അങ്ങനത്തെ ഒരു വേർഷൻ. എനിക്കൊരു കഴിഞ്ഞ കാലഘട്ടം ഉണ്ട്, സൂര്യനാരായണ ഓർമ്മിക്കുന്ന പറഞ്ഞ പോലെ. കഴിഞ്ഞ കാലഘട്ടം എത്ര അറിയൂ, കണ്ടമാനം പരിപാടികൾ. ഒരു ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പം മരിച്ച ഇപ്പം ഹാപ്പിയാ. ഞാൻ എല്ലാ പരിപാടിയും സമസ്ത മേഖലകളിലും കൈവച്ചു, സർവത്ര പരിപാടിയും ചെയ്തു നോക്കിയിട്ടുണ്ട്. ഇനി ചെയ്യാൻ ഒന്നുമില്ല. പിന്നെ ചില സമയത്ത് ചിലരെന്നോട് പറയും, അണക്ക് സത്യം പറഞ്ഞാൽ ചില സമയത്ത് ഭയങ്കര ദേഷ്യവും, ചില സമയത്ത് ഭയങ്കര സമാധാനമായിരിക്കും. അപ്പം എന്നോട് ഒന്ന് ചോദിക്കില്ല, എനിക്ക് സ്ഥിരമായിട്ടൊരു മൂഡൊന്നും ഇല്ലേ എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഞങ്ങൾ ആണുങ്ങൾക്കുണ്ടായിരുന്നു മൂഡ് സ്വിങ്സ് അല്ലേ. മൂഡ് സ്വിങ്സിന് ഉപരി എന്താ പറയുക, ചില സമയത്ത് എനിക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ പാസ്റ്റ് ഹിറ്റ് ചെയ്യും. അപ്പം എനിക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും പണ്ടാറങ്ങാൻ. ചില സമയത്ത് ഒരു കുഴപ്പമില്ല, പ്രസൻറ്റില്ല, ദേഷ്യമൊന്നുമില്ല, ഓക്കെ കൂൾ.